ഞാൻ റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം വായിച്ചിട്ട് അതിൽ നിന്ന് ഈ പ്രിവിലേജസ് ആൻഡ് റെസ്പോൺസിബിലിറ്റിയെ കുറിച്ച്, ബ്ലെസ്സിങ്സ് ആൻഡ് അക്കൗണ്ടബിലിറ്റിയെ കുറിച്ച് ചില കാര്യങ്ങൾ പറയാനാണ് പോകുന്നത്. ഈ വേദഭാഗം എന്ന് പറയുന്നത് വിശ്വാസികളെ കുറിച്ച് പറയുന്നൊരു വേദഭാഗമൊന്നുമല്ല. ഇതൊരു പൊതുവായ ജനറൽ വേദഭാഗമാണ്. ഇതിന്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 17 മുതൽ അവസാനം വരെയുള്ള വാക്യങ്ങൾ ഇറ്റ്സ് എ പ്രൊഫറ്റിക്കൽ ഹിസ്റ്ററി ഓഫ് ദ വേൾഡ് എന്ന് പറയുന്നത്, എത്തിക്കൽ ഹിസ്റ്ററി, ലോകത്തിന്റെ ധാർമ്മിക ചരിത്രമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അത് പഠിച്ചു നോക്കുമ്പോൾ അറിയാം. മാനവജാതികൾ കടന്നു പോകുന്ന ഓരോ സ്റ്റേജസ് ഉണ്ട്. അവസാനമായിട്ട് നമ്മുടെ ഈ സ്റ്റേജിൽ വന്നിരിക്കുന്ന എല്ലാ ദുഷ്ടതയും ചെയ്യുന്നു, ദുഷ്ടത ചെയ്യുന്നത് മാത്രമല്ല, ആ ദുഷ്ടത ചെയ്യുന്നവരിൽ പ്രസാദിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. ലാസ്റ്റ് സ്റ്റേജ്. അതിന് മുമ്പ് വേറെ സ്റ്റേജസ് ഉണ്ട്. ദൈവത്തെ ഉൾക്കൊള്ളാത്തൊരു സ്റ്റേജ് ഉണ്ട്, ധാർമ്മികതയിൽ പരാജയപ്പെടുന്ന സ്റ്റേജ് ഉണ്ട്, പുരുഷന്മാർ പരാജയപ്പെടുന്നു, സ്ത്രീകൾ പരാജയപ്പെടുന്നു, പിന്നെ എഥീസം, അഗ്നോസ്റ്റിസിസം, ഇതെല്ലാം വരുന്നു. ഇങ്ങനെ ഓരോ സ്റ്റേജസ് വന്ന് ഏറ്റവും അവസാനം വരുമ്പോൾ ടോട്ടൽ മോറൽ കറപ്ഷൻ. അപ്പൊ അതിന്റെ നടുക്കാണ് 21-ാമത്തെ വാക്യം പറയുന്നത്. 17 കഴിഞ്ഞിട്ട് ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെട്ടു വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് 21-ാമത്തെ വാക്യത്തിൽ പറയാണ്, അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവം എന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. ദൈവം എല്ലാ മനുഷ്യർക്കും ദൈവത്തെക്കുറിച്ചുള്ള ബോധം കൊടുത്തിട്ടുണ്ട്, ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. പക്ഷെ ദൈവം ഉണ്ട് എന്നുള്ളതായിരിക്കുന്ന യാഥാർത്ഥ്യം അറിയാത്തവരാരുമില്ല. ഇന്നേ വരെ ഒരു നിരീശ്വരനായ ഒരാൾ ജനിച്ചിട്ടില്ല. ഇന്നേ വരെ ലോകത്തിൽ ആരും നിരീശ്വരനായി ജനിച്ചിട്ടില്ല. ഏതെങ്കിലും കാലഘട്ടത്തിൽ നിരീശ്വരനായി തീരുക ചെയ്യുന്നത്, അവന്റെ കോളേജ് വിദ്യാഭ്യാസ കാലത്തോ ഏതെങ്കിലും കാലത്ത്. എല്ലാവരും ജനിക്കുന്നത് ഈ വിശ്വാസമുള്ളവരായിട്ട്. ദൈവം എന്നൊരാളുണ്ട് എന്ന് നിങ്ങളെ ആരെങ്കിലും നിങ്ങളെ അപ്പന്മാർ പറഞ്ഞു പഠിപ്പിച്ചിട്ട്, മോനെ എന്നെ ഒരു പുതിയ ആളിനെ കുറിച്ച് പറയാം, അത് ദൈവം എന്ന് പറഞ്ഞ ഒരാൾ, അദ്ദേഹം സ്വർഗത്തിൽ അങ്ങനെ ഇരിപ്പുണ്ട് ഒരാൾ, കേട്ടോ, നീ ആളുടെ ഓർക്കണം. അങ്ങനെ ആരെയും നമ്മൾ പഠിപ്പിച്ചിട്ടില്ല. ഇല്ല. അങ്ങനെ ഒരു കാര്യമേ എന്നോടാരും പറഞ്ഞ ദൈവം ഉണ്ടെന്ന്. പക്ഷെ എനിക്ക് എന്നും ദൈവം ഉണ്ടെന്ന് അറിയാം. ആ ദൈവബോധം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിലുണ്ട്. ആ ദൈവത്തെക്കുറിച്ചുള്ള എല്ലാ ബോധങ്ങളും നമ്മൾ പിന്നെ പഠിക്കുന്നതാണ്. പക്ഷെ ദൈവബോധം എന്നുള്ളത്, ദൈവം നല്ലവനാണെന്നും സർവശക്തനാണെന്നും നീതിമാനാണെന്നും ഒരുപാട് ദൈവത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ. അപ്പൊ ഇവിടെ മനുഷ്യരാശിയെ കുറിച്ച് പറയുന്നത് ഞാൻ. പക്ഷെ അത് വിശ്വാസികൾക്ക് വേണ്ടി ഒന്ന് അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ്. അതിന്റെ ഹെർമന്യൂട്ടിക്കൽ ആക്യുറസി ഒന്നും നോക്കിയല്ല, അതിന്റെ എക്സജീസസ് മാത്രം ചെയ്യാനായിട്ടല്ല പോകുന്നത്. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു വലിയ യാഥാർത്ഥ്യം എന്താണ്? ദൈവത്തെ അറിഞ്ഞവർ ദൈവത്തെ മഹത്വപ്പെടുത്തിയില്ല, നന്ദി കാണിച്ചില്ല. ദൈവത്തെ അറിഞ്ഞവർ. അപ്പൊ അങ്ങനെ ഒരു കാര്യമുണ്ട്. ദൈവത്തെ അറിഞ്ഞവര് ദൈവത്തെ നന്ദി കാണിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യണം. ഈ വേദഭാഗത്ത് 4 വിലയേറിയ സത്യങ്ങളാണ് ദൈവാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞാനത് നിങ്ങളോട് പറയാം. ദൈവം അത് പറഞ്ഞപ്പോൾ ഈ 4 സത്യങ്ങൾ ഉദ്ദേശിച്ച് പറഞ്ഞോന്ന് ചോദിച്ചാൽ അല്ലാതെ ഞാൻ പറഞ്ഞ എക്സജീസസ് ഒന്നും അല്ല ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞത്. എന്നാലും ഒന്നാമത് പറയുന്നത് എന്താന്ന് ചോദിച്ചാൽ, വി ഹാവ് എ നോബിൾ ഗോഡ്. അറിയാവുന്ന ഒരു ദൈവത്തെ, നമുക്ക് അറിയുവാൻ സാധ്യതയുള്ള ഒരു ദൈവമാണ് നമുക്കുള്ളത്. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും എന്നാണല്ലോ. ദൈവത്തെ അറിഞ്ഞിട്ടും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ദൈവത്തെ അറിയാൻ കഴിയും, അല്ലെങ്കിൽ അറിയാൻ ഒക്കില്ലല്ലോ. ദൈവത്തെ അറിഞ്ഞിട്ട്, അപ്പൊ അതൊരു സന്തോഷമുള്ള കാര്യമല്ലേ? അറിയാൻ കഴിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം എന്നുള്ളത്. അവർ ഗാഡ് ഈസ് നോബിൾ. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും. ദൈവത്തെ അറിയുക എന്ന് പറയുന്നത് ഞാൻ വിചാരിക്കുന്നു വലിയ ഒരു കാര്യമാണ്. എങ്ങനെ അറിയുന്നത്? ഇവിടെ പറഞ്ഞിരിക്കുന്നത് 1-ന്റെ 17-ാമത്തെ വാക്യത്തിൽ ദൈവം അവർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ദൈവം അവർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. പ്രകൃതിയിലുള്ള വെളിപ്പാടുണ്ട്, മനസാക്ഷിയുടെ വെളിപ്പാടുണ്ട്, പിന്നെ ദൈവജനത്തിന്റെ വെളിപ്പാടുണ്ട്. ദൈവത്തെ അറിയാനായിട്ട് ദൈവം നമുക്ക് തന്നിരിക്കുന്ന 3 പുസ്തകങ്ങളാണെന്ന് തന്നെ പറയാം. 2 പുസ്തകങ്ങളാണ് വലുതെന്ന്, പ്രകൃതിയാകുന്ന പുസ്തകവും മറ്റേ ദൈവജനമാകുന്ന പുസ്തകവും. ഇതിനുള്ളിൽ തന്നെ നമ്മുടെ മനസാക്ഷിയിൽ എല്ലാവരുടെയും ഹൃദയത്തിൽ ഉച്ചിരിക്കുന്നു, എഴുതിയിരിക്കുന്നു എന്നൊക്കെ റോമാലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദൈവത്തെ അറിയുവാൻ തക്കവണ്ണമുള്ളതായിരിക്കുന്ന പ്രിവിലേജ് ഉണ്ട്. സഭയിലെ ദൈവമക്കളെ സംബന്ധിച്ചോളം ലോകത്തുള്ള മറ്റുള്ളവരെക്കാൾ കൂടുതൽ ദൈവത്തെ അറിയാനുള്ളതായിരിക്കുന്ന അവസരം കിട്ടിയിട്ടുണ്ട്. ഞാൻ വിചാരിക്കുന്ന വിശ്വാസികളായ നമുക്ക് ദൈവത്തെ അറിയുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ വെളിപ്പാട് നമുക്ക് നൽകിയിട്ടുണ്ട്. ഈ 66 പുസ്തകങ്ങൾ അടങ്ങുന്നതായിരിക്കുന്ന വിശുദ്ധ ബൈബിൾ ദൈവത്തിന്റെ വെളിപ്പാടാണ്. അതിൽ ഏറ്റവും അധികം പറഞ്ഞിട്ടുള്ളത് ദൈവത്തെക്കുറിച്ച് തന്നെയാണ്. ദൈവത്തിന്റെ ആത്മാവിനെ നമുക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് ദൈവജനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൂടുതൽ ഗ്രഹിക്കുവാൻ നമുക്ക് കഴിയും. അത് നമുക്കൊരു അഡീഷണൽ പ്രിവിലേജാണ്.
ബൈബിളുള്ള എല്ലാ ആളുകൾക്കും ദൈവാത്മാവില്ല. ബുക്ക് സ്റ്റോറിൽ ചെന്ന ഒരു ബൈബിൾ വാങ്ങാനൊക്കെ കഴിയും. ഒരു ബൈബിൾ വാങ്ങി വീട്ടിൽ കൊണ്ടുപോയി വായിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. എന്നോട് എന്ത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ബൈബിൾ വായിച്ചിട്ടുണ്ട്, എനിക്കിതൊന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല. അതവിടെ ഉണ്ട്, അവിടെ ഉണ്ട്. സഹോദരൻ എങ്ങനെ ഇതൊക്കെ കാണുന്നത് ചോദിക്കും. കാര്യം എന്തെന്ന് ചോദിച്ചാൽ, രക്ഷിക്കപ്പെടാത്ത ഒരാൾ ബൈബിൾ വായിക്കുമ്പോൾ അവർക്ക് കാണാവുന്നത് എന്താ? കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ഒരു നല്ല പൂവ് എവിടെ നോക്കുമ്പോൾ അവിടെ ഒരു ചെടിയുണ്ട്, അതിന് അമ്മ കറമ്പി മോള് കളമ്പി മോൾ അതിസുന്ദരി എന്ന് പറയുന്ന ഒരു ചെടിയുണ്ട്. താഴത്തെ ഇലകളൊക്കെ നല്ല കട്ടിയായ നിറമുള്ള ഇലയാണ്. അതിനിടയിൽ കാണാൻ വെളുത്ത ഒരു ഇല വരുന്നു. അതിനുള്ളിൽ നിന്ന് പിന്നെ മോൾ അതിസുന്ദരി എന്ന് പറഞ്ഞാൽ, അപ്പൊ എനിക്ക് പറയാം, സാധാരണക്കാർക്ക് പറയാവുന്ന അത്രേ ഉള്ളൂ. ഒരു ശാസ്ത്രജ്ഞനാണ്, ഒരു ബോട്ടണിസ്റ്റ് ആണ് ഇത് കാണുന്നതെങ്കിൽ അവൻ എന്തായിരിക്കും ചെയ്യുന്നത്? അവൻ പറഞ്ഞ പോലെ അമ്മ കറമ്പി മോള് കളമ്പി മോൾ അതിസുന്ദരി എന്ന് പറയില്ല. അവൻ ചെന്നിട്ട് എടുത്തുകൊണ്ട് അവന് മൈക്രോസ്കോപ്പിന്റെ കീഴെ വെച്ചിട്ട് അതിനെ ഡൈസെക്ട് ചെയ്ത് അത് പഠിച്ചിട്ട് പല കാര്യങ്ങൾ പഠിക്കും. അപ്പൊ എനിക്കും അറിവുണ്ട്, അവന് ശാസ്ത്രജ്ഞനും അറിവുണ്ട്. ഇനിയും ഒരു ബട്ടർഫ്ലൈ ആണ് വരുന്നതെങ്കിൽ അവൻ എന്ത് ചെയ്യും? ഈ ശാസ്ത്രജ്ഞൻ കണ്ടെത്താത്ത ശാസ്ത്രജ്ഞ ആ പൂ എടുത്ത് വെട്ടി നോക്കുകയോ വെച്ച് നോക്കുമ്പോ അവൻ ആസ്വദിക്കാൻ കഴിയാത്ത ഒന്ന് ഈ ബട്ടർഫ്ലൈക്ക് ആസ്വദിക്കാനായിട്ട് കഴിയും. അതിലെ മധു നുകരാനായിട്ട് കഴിയില്ലേ? ഇനി ഒരു കവിയാണെങ്കിൽ കവി എന്തായിരിക്കും ചെയ്യുന്നത്? കുമാരനാശാൻ വീണപൂവ് എഴുതി. ആരെക്കുറിച്ച് എഴുതിയെന്നുള്ളത് ഇപ്പോഴും അറിയില്ല. അത് ശ്രീനാരായണ ഗുരുസ്വാമി മരിച്ചതിനെ കുറിച്ചാണ് വീണപൂവ് എന്ന് പറഞ്ഞതുകൊണ്ട്, തനിക്ക് പ്രേമത്തിൽ നിന്ന് ഒരു പെൺകുട്ടിയെ മരിച്ചുപോയ കാലത്ത് മരിച്ചുപോയി, അതിനെക്കുറിച്ചാണെന്ന് വ്യാഖ്യാതാക്കൾ എന്തുവാകട്ടെ. ഏതായാലും വീണപൂവ് ഒരു കവിയുടെ ഭാവനയിൽ ശാസ്ത്രജ്ഞന്റെ അറിവിലുള്ളതല്ല, പൂമ്പാറ്റയുടെ അനുഭവത്തിലുള്ളതും അല്ല, സാധാരണക്കാരായ നാം കാണുന്നത് പോലെ അല്ല. അപ്പൊ ഈ വചനത്തെ ഞാൻ പറഞ്ഞ വചനം കയ്യിലുള്ള എല്ലാവർക്കും ഒരേ അനുഭവമല്ല വചനം സംബന്ധിച്ചുണ്ടാകുന്നത്. ചിലർ നമ്മളെ പോലെ അമ്മ കറമ്പി മോള് കളമ്പി മോൾ അതിസുന്ദരി എന്ന് പറയുന്ന പോലെ പഴയ നിയമം പുതിയ നിയമം വളരെ 66 പുസ്തകങ്ങൾ വളരെ വണ്ടർഫുൾ, തീർന്നു. നമ്മൾക്ക് ബൈബിളിനെ കുറിച്ചുള്ള അറിവ് അത്രേ ഉള്ളൂ. വേറെ ചിലർ അതിനേക്കാൾ കൂടുതൽ പോയി ശാസ്ത്രജ്ഞന്മാരും പോലെയാണ്. അവർ ഈ 39 പുസ്തകങ്ങൾ പഴയ നിയമത്തിലെയും 27 പുസ്തകങ്ങൾ പുതിയ നിയമത്തിലെയും വിശകലനം ചെയ്തു. വേറെ ചിലർ പൂമ്പാറ്റെ പോലെയാണ് ഇതിലെ മധു ഇങ്ങനെ കുടിച്ച്, അല്ലേ, എത്ര മധുരമാണെന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. വേറെ ചിലർ അതേക്കുറിച്ച് പദ്യമൊക്കെ എഴുതിയിരിക്കും. ഈ ഏത് തരത്തിലായാലും നമ്മുടെ അറിവിന്റെ അളവനുസരിച്ച് നമുക്ക് എന്തുണ്ട്? ഉത്തരവാദിത്വമുണ്ട്. കർത്താവ് ചോദിക്കുമായിരിക്കും, ഐ ഗേവ് യു എ പോയറ്റിക്കൽ മൈൻഡ്, നിനക്കൊരു കവിയുടെ ഹൃദയം ഞാൻ തന്നു, നീ എന്ത് ചെയ്തു? നിനക്കൊരു ശാസ്ത്രജ്ഞന്റെ മനസ്സ് തന്നു, നീ എന്ത് ചെയ്തു? നിനക്കൊരു അനലിറ്റിക്കൽ മൈൻഡ് തന്നു, വിശകലന മനസ്സ് തന്നു, നീ എന്ത് ചെയ്തു? അപ്പൊ ഇങ്ങനെ കർത്താവ് ചോദിക്കും നാം അറിഞ്ഞതായിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച്. ദൈവത്തെ സംബന്ധിച്ചും അങ്ങനെയാണ്. നാം ദൈവത്തെക്കുറിച്ച് അറിഞ്ഞു, എന്നിട്ട് നാം എന്ത് ചെയ്തു? ദൈവത്തെക്കുറിച്ച് അറിയാൻ പല മാർഗങ്ങളുണ്ട്, നമുക്കറിയാം. ദൈവത്തെ നമുക്ക് പരീക്ഷണശാലയിലെ ഒരാള് വെള്ളം വിശകലനം ചെയ്തിട്ട് അത് ഹൈഡ്രജനും ഓക്സിജനും ആണെന്ന് പറയുന്നത് പോലെ ദൈവത്തെ പരീക്ഷശാലയിൽ കൊണ്ടുവന്നിട്ട് വിശകലനം ചെയ്ത് മനസ്സിലാക്കാൻ കഴിയും. വി കനോട്ട് ഹാവ് ദാറ്റ് സോർട്ട് ഓഫ് സയന്റിഫിക് നോളജ് അബൌട്ട് ഗോഡ്. ആ വിധത്തിലുള്ളതായിരിക്കും അനലിറ്റിക്കൽ നോളജ് നമുക്ക് ദൈവത്തെക്കുറിച്ച് ഒക്കില്ല. വേറെ ചിലര് അവരുടെ അറിവെന്ന് പറയുന്നത് വെറും ഫിലോസഫിക്കൽ അറിവാണ്. കണ്ടിട്ടില്ലാത്ത പല കാര്യങ്ങളെക്കുറിച്ചും അവർ ഫിലോസഫൈസ് ചെയ്യും. അവർ താത്വികമായിട്ട് വാദയുക്തി കൊണ്ടവർ അങ്ങനെ സമർത്ഥിച്ച് ചില കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് പറയും. ദൈവത്തെ സംബന്ധിച്ച് പലരും അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. പല മതങ്ങളിലും അവരുടെ ദൈവത്തെക്കുറിച്ച് പറഞ്ഞതൊക്കെ അവരുടെ യുക്തി കൊണ്ട് പറയുന്ന കാര്യം. എന്നാൽ അതിലേക്ക് അപ്പുറത്തേക്ക് പോയിട്ട് യഹോവ നല്ലവനെന്ന് രുചിച്ചെറിഞ്ഞെന്നല്ലേ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. കണ്ടില്ലേ? നമുക്ക് രണ്ട് വിധത്തിലുള്ളതായിരിക്കുന്ന അറിവുകൾ ദൈവത്തെക്കുറിച്ച് ഉണ്ടാക്കാം. ഒന്ന് എന്ന് പറയുന്നത് നമുക്ക് ദൈവത്തെ സംബന്ധിച്ച് ഫാക്ച്വൽ അറിവുകൾ അറിയാം. ദൈവം നല്ലവനാണ്, സർവശക്തനാണ്, സർവജ്ഞാനിയാണ്, നീതിമാനാണ്, വിശുദ്ധനാണ്, കൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനാണ്, അകാരണകാരനാണ്, സർവകാര്യകാരനാണ്, ഒരുപാട് കാര്യം, സൃഷ്ടാവാണ്, സംരക്ഷകനാണ്, ഒരുപാട് കാര്യം അറിയാം. ദൈവത്തെ ബൈബിൾ പഠിച്ച് നമുക്കറിയാം. എന്നാൽ അതിനും അപ്പുറത്തേക്ക് നമുക്ക് എംപിരിക്കൽ അറിവ്, നമുക്ക് അനുഭവപരമായ അറിവറിയാം. സങ്കീർത്തനം എഴുതിയതായിരിക്കുന്ന ആളുകൾ ദൈവത്തെക്കുറിച്ച് പറഞ്ഞതൊക്കെ അനുഭവങ്ങൾ എന്നാ പറഞ്ഞിട്ടുണ്ട്. എത്ര നല്ലവനെന്ന് ചോദിച്ചറിയാം, അല്ലേ? എൻ്റെ ദൈവം എനിക്ക് സഹായമാണ്, എൻ്റെ പർവ്വതമാണ്, ഇങ്ങനെയൊക്കെ അവർ പറയുമ്പോൾ ഒരു പേഴ്സണൽ അക്വൈൻറ്റൻസ് അതേക്കുറിച്ച് അവർക്ക് പറയാനായിട്ടുണ്ട്. അപ്പൊ ദൈവത്തെക്കുറിച്ച് അറിയുമ്പോൾ നമുക്ക് പല വിധത്തിൽ അറിയാനായിട്ട് സാധിക്കും. ദൈവത്തെക്കുറിച്ച് നമുക്കൊരു സാധർമ്മ്യ അനലോജിക്കൽ അറിവ് നമുക്ക്
ഒക്കുകയില്ല. ഒക്കുമെന്ന് പറയുന്നവരുണ്ട്. കാരണം ദൈവത്തിന്റെ വിഗ്രഹമാണല്ലോ നാമം, അല്ലേ? വി ആർ ദി ഐഡൽസ് ഓഫ് ഗോഡ്. ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനുണ്ടാക്കിയെന്ന്. സ്വരൂപം എന്ന് പറഞ്ഞാൽ എന്നാ? യാതൊരു രൂപം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞ് ദൈവം ഒരു രൂപം ഉണ്ടാക്കിയതാരാ? മനുഷ്യൻ. വേറൊരു മനുഷ്യനാകുന്ന വിഗ്രഹത്തെ ദൈവം ഉണ്ടാക്കിയിട്ട് പിന്നെ മനുഷ്യനോട് പറഞ്ഞു, ആ വിഗ്രഹത്തോടെന്ന് പറഞ്ഞു, നീ ഇനി ഒരു വിഗ്രഹവും ഉണ്ടാക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. അപ്പോ ദൈവത്തിന്റെ വിഗ്രഹങ്ങളാണ് നാം. അതുകൊണ്ട് നമുക്ക് ദൈവത്തെക്കുറിച്ച് കുറച്ചൊക്കെ അറിയാം. ഞാനൊരു വ്യക്തിയാണ്, അതുകൊണ്ട് ദൈവം ഒരു വ്യക്തിയായിരിക്കണം. എനിക്കൊരു ആത്മാവുണ്ട്, അതുകൊണ്ട് ദൈവം ഒരു ആത്മാവായിരിക്കണം. എനിക്ക് അറിവുണ്ട്, അപ്പൊ എൻ്റെ ദൈവത്തിന് പൂർണ്ണ അറിവുണ്ടായിരിക്കണം. എനിക്ക് സാന്നിധ്യമുണ്ട്, അപ്പൊ ദൈവത്തിന് സർവ്വസാന്നിധ്യം ഉണ്ടായിരിക്കണം. ഇങ്ങനെ ദൈവത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയാം. എന്നൊക്കെ പറഞ്ഞാലും അതൊക്കെ നമ്മൾ അറിയുന്ന ഈ ബൈബിളിൽ വെളിപ്പെടുത്തി തന്നിരിക്കുന്നതുകൊണ്ടാണ്. അല്ലേ? അതൊന്നും നമ്മള് മനുഷ്യനെ നോക്കി ഒന്നും നമ്മള് അങ്ങനെ ഗ്രഹിക്കയില്ല. ഹിന്ദുമതത്തിലൊക്കെ അവരെ പൂവ് ഉപയോഗിച്ച് ദൈവത്തെ കാണും. അവർ പറയുന്നത് ഒരു പുഷ്പത്തെ നോക്കി ദൈവത്തെ ആരാധിക്കാമെന്നാണ്. ആ പുഷ്പത്തിന്റെ സൗന്ദര്യം നോക്കിയിട്ട് ദൈവം സുന്ദരനാണെന്ന് പറയാം. പുഷ്പത്തിന്റെ പെർഫെക്ഷൻ നോക്കിയിട്ട് ദൈവം സമ്പൂർണ്ണനാണെന്ന് പറയാം. പുഷ്പത്തിന്റെ മാധുര്യം നോക്കിയിട്ട് ദൈവം മാധുര്യമുള്ളവനാണെന്ന് പറയാം എന്നൊക്കെയാ പറയുന്നത്. അങ്ങനെ ഒന്നും പുഷ്പത്തെ നോക്കി നമുക്ക് ദൈവത്തെ ആരാധിക്കാമെന്ന് ചോദിച്ചാൽ, ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം കൈവരെ പ്രസിദ്ധമാക്കുന്നു. സൃഷ്ടിയെ നോക്കിയിട്ട് പല കാര്യങ്ങളും നമുക്ക് ദൈവത്തെക്കുറിച്ച് അറിയാനായിട്ട് സാധിക്കും. പക്ഷെ ദൈവത്തിന്റെ വെളിപ്പാടിൽ കൂടെ മാത്രമേ നമുക്ക് ദൈവത്തെ പൂർണ്ണമായി അറിയാനായിട്ട് സാധിക്കൂ. അതുകൊണ്ട് ദൈവവചനം പഠിക്കുകയും ദൈവവചനം വായിക്കുകയും ദൈവവചനം ധ്യാനിക്കുകയും ഒക്കെ ചെയ്യുന്നതായിരിക്കുന്ന ആളുകൾക്ക് ദൈവത്തെ നന്നായിട്ട് അറിയുവാനായിട്ട് സാധിക്കും. എന്നാൽ നന്നായിട്ടെന്ന് പറഞ്ഞാൽ എക്സോസ്റ്റീവ് അറിവല്ല. എന്ന് പറഞ്ഞാൽ എന്താ എക്സോസ്റ്റീവ് എന്ന് പറയുന്നത്? സമ്പൂർണ്ണ അറിവോ? ദൈവത്തെക്കുറിച്ച് നമുക്ക് സമ്പൂർണ്ണ അറിവ് ഒരിക്കലും ഒക്കെയില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അറേബ്യൻ സമുദ്രമുണ്ട് ഇവിടെ. നമ്മള് തിരുവനന്തപുരത്ത് ചെന്നാൽ നമുക്ക് അറേബ്യൻ സമുദ്രമുണ്ട്. നമ്മുടെ കയ്യിലിരിക്കുന്ന, അല്ലെ ഈ ലോകത്തിലുണ്ടാക്കിയിട്ടുള്ള ഏറ്റവും വലിയ ബക്കറ്റും കൊണ്ട് പോയിട്ട് ആ ബക്കറ്റ് നിറച്ച് വെള്ളം എടുത്തുകൊണ്ട് വന്നിട്ട് നാം അതിനെ വിശകലനം ചെയ്തിട്ട് നമുക്ക് പറയാനൊക്കുമോ? അറേബ്യൻ സമുദ്രത്തെ മുഴുവനും ഞാൻ പഠിച്ചു എന്ന് നോക്കില്ല. അതുപോലെയാണ് എത്ര ബുദ്ധിമാനായ മനുഷ്യൻ അവന്റെ ബുദ്ധി ദൈവത്തെ ഉള്ളൊടുക്കാനായിട്ട് കഴിഞ്ഞാലും അവൻ ഒരിക്കലും പറയാനൊക്കെയില്ല, എന്റെ ദൈവത്തെ ഞാൻ എൻ്റെ ബുദ്ധിയിൽ ഒതുക്കി നന്നായി വിശകലനം ചെയ്ത് മനസ്സിലാക്കി എന്ന് പറയാനായിട്ട് സാധിക്കുകയില്ല. അങ്ങനെ സാധിക്കില്ല. പക്ഷെ ദൈവത്തെക്കുറിച്ച് പല കാര്യങ്ങളും നമുക്ക് അറിയാനായിട്ട് സാധിക്കും. പല കാര്യങ്ങളും അറിയാനായിട്ട് സാധിക്കും. ദൈവം നല്ലവനാണ്. ദൈവത്തിന്റെ വെളിപ്പാടുകളെ ആധാരമാക്കി നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പോ അങ്ങനെ ദൈവത്തെക്കുറിച്ച് അറിയാവുന്ന കാര്യങ്ങൾ ദൈവം വെളിപ്പെടുത്തി ആ മനുഷ്യനെ കുറിച്ച് ദൈവം പറയാണ്, അവർ ദൈവത്തെ അറിഞ്ഞിട്ടും ദൈവത്തെ മഹത്വപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ദൈവത്തെ നമുക്ക് അറിയാം എന്നുള്ളതൊരു പോസിബിലിറ്റി. പിന്നെ ഇവിടെ പറയുന്നത് അറിയാമെന്നല്ല പറഞ്ഞിട്ട്, ദൈവത്തെ അവർ അറിഞ്ഞിട്ടും, അല്ലേ? ഗോഡ് ഈസ് നോബിൾ എന്നല്ല പറഞ്ഞത്, യു ന്യൂ ഗോഡ് എന്നാണ്. അത് നമ്മുടെ വ്യക്തിപരമായി നമ്മളെ പറ്റി, നമ്മുടെ ദൈവം അറിയാവുന്ന ഒരു ദൈവം, അറിയപ്പെടാവുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം എന്നുള്ളത് ഒരു ഭാഗത്തുണ്ട്. അതിനേക്കാൾ ഒരു അപ്പുറത്തേക്ക് പോയിട്ട് എന്താണ്, ആ അറിയപ്പെടാവുന്ന ദൈവത്തെ നിങ്ങളും ഞാനും അറിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര പേർക്ക് ജവഹർലാൽ നെഹ്റുവിനെ അറിയാം? എത്ര പേർക്ക് ഇന്ദിരാഗാന്ധി അറിയാം? നിങ്ങളിൽ എത്ര പേർക്ക് രാഹുൽ ഗാന്ധി അറിയാം? നമുക്ക് എല്ലാവർക്കും അറിയാം, അല്ലേ? നിങ്ങൾക്ക് എത്ര പേർക്ക് എന്നെ അറിയാം? നിങ്ങൾക്ക് എല്ലാം എന്നെ അറിയാം. പക്ഷേ ഇവിടെ ഇരിക്കുന്നവരിൽ എന്നെ ഏറ്റവും കൂടുതൽ അറിയാവുന്ന ആർക്കാണെന്നറിയാം? ഗ്രേസ് ആന്റിക്ക്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയാം, ഗ്രേസ് ആന്റിക്കും എന്നെ പൂർണ്ണമായിട്ട് അറിയുന്നു. അതിനിപ്പോ എന്റെ ദൈവത്തോട് ചോദിക്കണം, ഞാൻ ഈ പാർട്ടി ഏതാ? ദൈവം ഇറങ്ങി വന്ന് എന്നെ കുറിച്ചൊരു വിവരണം തന്നാൽ നിങ്ങളൊക്കെ ചിലപ്പോ, എന്റെ ദൈവമേ ഇങ്ങനെയാണോ ഞങ്ങൾ വിചാരിച്ചു, അങ്ങനല്ലല്ലോ നിങ്ങൾ പറയും. അപ്പൊ നമുക്കറിയാം ദൈവത്തെക്കുറിച്ചും അങ്ങനെയാണ്. ദൈവത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതായിരിക്കുന്ന കാര്യങ്ങള് ഉണ്ട്. ദൈവത്തെ നിങ്ങൾ അറിഞ്ഞിട്ടും, എന്തറിഞ്ഞിട്ട്? ഓരോ വ്യക്തിയും ദൈവത്തെക്കുറിച്ച് അറിഞ്ഞിട്ടുള്ളത് ഓരോ വിധത്തിലാണ്. എല്ലാവർക്കും ദൈവത്തെ ഒരുപോലെ അറിയാനുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ പറഞ്ഞ കാര്യങ്ങൾ വായിച്ചു പഠിക്കുന്ന എല്ലാവരും ദൈവത്തെ ഒരുപോലെയല്ല അറിയുന്നത്. ജോൺ കാൽവിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് വായിച്ചാൽ ജോൺ കാൽവിൻ ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കിയിരുന്നത്, എൻ്റെ ഈ മനുഷ്യന്റെ ഒരു അറിവ്, ദൈവത്തെക്കുറിച്ചുള്ളവന്റെ അറിവ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിശയിച്ചു. ഞാൻ പറയാം, ജോൺ കാൽവിൻ ദൈവത്തെക്കുറിച്ച് അറിഞ്ഞത്, ത്രിയേക ദൈവം, തൃത്വത്തിലെ 3 വ്യക്തികൾ പരസ്പരം അറിയുന്ന ഒരു അറിവുണ്ടല്ലോ, ദൈവം ദൈവത്തെക്കുറിച്ചായിരുന്ന അറിവ്. ആ അറിവിന്റെ ഒരംശം എന്ന് പറയാനായിട്ട് എങ്ങനെ കഴിയുന്നത്? 1 കോടിയുടെ അംശം എന്ന് പറയാമോ? അങ്ങനെ പറയാനും നോക്കിയില്ല. ഒന്നുമില്ല. ദൈവം അത്ര വലിയവനാണ്. എന്നിട്ടും ആ ദൈവം നമ്മോട് പറയുന്നത് എന്താണ്? അവർ ദൈവത്തെ അറിഞ്ഞിട്ടും. ദൈവത്തെ കുറിച്ച് അറിയും, ദൈവത്തെ അറിയില്ല. രണ്ടും രണ്ടാണ്. എനിക്ക് രാഹുൽ ഗാന്ധിയെ കുറിച്ച് അറിയാൻ കുറച്ച് കാര്യങ്ങൾ, രാഹുൽ ഗാന്ധി അറിയില്ല. ഞാൻ ഒരിക്കലും അദ്ദേഹത്തെ പരിചയപ്പെട്ടിട്ടില്ല. ദൈവത്തെ കുറിച്ച് അറിഞ്ഞെന്നല്ല പറഞ്ഞത്, ദൈവത്തെ അറിഞ്ഞിട്ടും.
അവർ ദൈവത്തെ they knew God. അതൊരു വലിയ പദവിയാണ് എൻ്റെ പ്രിയമുള്ളവർ. ദൈവത്തെ നമുക്കറിയാമെന്ന്. മാർട്ടിൻ ലൂതറിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ കേട്ടിട്ടുണ്ട്. ഫാദർ ഓഫ് മോഡേൺ റിഫോർമേഷൻ, ആധുനിക നവീകരണത്തിന്റെ പിതാവാണ് മാർട്ടിൻ ലൂതർ എന്ന് പറയുന്നത്. വലിയ മനുഷ്യനായിരുന്നു, ദൈവത്തെ ഒരുപാട് അറിഞ്ഞൊരു മനുഷ്യനായിരുന്നു. തൻ്റെ എഴുതിയ പാട്ടുകൾ തന്നെ എന്തോരു വലിയ പാട്ടുകളൊക്കെയാണ് താൻ എഴുതിയിട്ടുള്ളത്. പക്ഷെ മാർട്ടിൻ ലൂതർ ഒന്നും അറിഞ്ഞില്ല. മാർട്ടിൻ ലൂതറിന്റെ ഭാര്യ അറിഞ്ഞത്രയും മാർട്ടിൻ ലൂതർ ദൈവത്തെ കൂടി അറിഞ്ഞില്ലെന്ന് എനിക്ക് തോന്നുന്നത്. മാർട്ടിൻ ലൂതറിന് കൂടെ ഈ ഡിപ്രഷൻ വരുന്ന മനുഷ്യനാണ്. ഭയങ്കര ഡിപ്രഷനാണ്, ചെറിയ ഡിപ്രഷൻ അല്ല. വർഷത്തിൽ 12 മാസത്തിൽ 1 മാസം കട്ടിലെല്ലാം കിടക്കും. അവിടെ തന്നെ മലവിസർജനവും മൂത്രവും എല്ലാം അവിടെ തന്നെ. കഴിക്കുകയില്ല, കുടിക്കുകയില്ല, കുളിക്കുകയില്ല, വലുതേക്ക് ഒന്നുമില്ല. ഭയങ്കര ഡിപ്രഷൻ. മാർട്ടിൻ ലൂതറിന്റെ വൈഫാണ് പിന്നെ തന്നെ ശുശ്രൂഷിച്ച് 1 മാസം 10 ദിവസം ആകുമ്പോഴത്തേക്ക് ഒന്ന് സുബോധമായിട്ടൊക്കെ ഇങ്ങനെ വന്ന് കാർമേഹമൊക്കെ മാറി 30 ദിവസം കഴിയുമ്പോൾ ഈ മനുഷ്യൻ പടക്കുതിരെ പോലെ ഓട്ടം. അവന് ലോകത്തിൽ ഒരു മനുഷ്യമായിട്ട്. അപ്പൊ ഒരു ദിവസം ഇങ്ങനെ ഇതിന്റെ ആരംഭമാണ്, ചെറിയ ആരംഭത്തിലാണ്. ആരംഭത്തിൽ കുളിക്കുകയില്ല, കഴിക്കുകയില്ല, ഒന്നുമില്ല, ഇങ്ങനെ ബലം തേക്കുകയില്ല, ഇങ്ങനെ മൂടിയായിട്ട് വന്ന് ഇങ്ങനെ കസേര ഇരിക്കുകയാണ്. അങ്ങനെ ലൂതറിന്റെ വൈഫിനറിയായി തുടങ്ങുന്നത്. ലൂതറിന്റെ വൈഫ് അപ്സ്റ്റെയറിൽ നിന്ന് ലൂതർ ഇരിക്കുന്ന ആ മുറിയുടെ ഇവിടേക്ക് സ്റ്റെയർ കേസ് വരുന്ന, സ്റ്റെയർ കേസ് ഇറങ്ങി ഇങ്ങോട്ട് വന്ന് ആകെപ്പാടെ കറുത്ത വസ്ത്രമൊക്കെ ധരിച്ച്, മരിച്ചവർ കാണാൻ പോകുമ്പോൾ മാത്രമേ അങ്ങനെ വസ്ത്രം ധരിക്കുന്നുള്ളൂ, കംപ്ലീറ്റ് ബ്ലാക്ക്. ഏതായാലും അങ്ങനെ ഇറങ്ങി വന്നപ്പോൾ മാർട്ടിൻ ലൂതറിനെ പെട്ടെന്ന് ചോദിച്ചു, ഇന്ന് ആരാ മരിച്ചോന്ന് ചോദിച്ചു. ഹു ഡൈഡ് ടുഡേ? ഉടനെ കാതറിൻ പറഞ്ഞു, നിങ്ങളുടെ ദൈവം മരിച്ചു, എന്നാൽ ഇനി അടക്കം കൂടെ കഴിഞ്ഞേക്കാന്ന് വിചാരിച്ച് ഇറങ്ങി വരികയാണ്. നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് നിങ്ങളുടെ ദൈവം ചത്തുപോയതുപോലെ. ലൂതറിന്റെ കാര്യം മനസ്സിലായി. അപ്പൊ കണ്ടല്ലോ, കാതറിൻ ദൈവത്തെ കുറിച്ച് മനസ്സിലാക്കിയ അത്രയും ലൂതർ മനസ്സിലാക്കിയില്ലെന്ന് എനിക്ക് തോന്നുന്നു. ലൂതർ ചില കാര്യങ്ങൾ മനസ്സിലാക്കി, വേറെ ചില കാര്യങ്ങൾ. അതുപോലെയാണ് നമ്മൾ ദൈവത്തെക്കുറിച്ച് എന്ത് മനസ്സിലാക്കി. നമുക്ക് ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ, നമുക്ക് രോഗങ്ങൾ വരുമ്പോൾ, മറ്റുള്ള അപവാദം പറയുമ്പോൾ, നമുക്ക് നിരാശ വരുമ്പോഴൊക്കെ നാം ദൈവത്തെക്കുറിച്ച് എന്ത് മനസ്സിലാക്കി. ചില വിശ്വാസികളുടെ പോക്കും വരവും അവരുടെ മുഖവും ഭാവവും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഇവർക്ക് ദൈവമേതേക്കുറിച്ച് ഒന്നും അറിയില്ലെന്ന് ചിലപ്പോൾ അങ്ങ് തോന്നുന്നു, ചിലപ്പോൾ അറിയില്ലെന്ന് തോന്നുന്നു. അപ്പൊ ഇവിടെ ദൈവം പറയുന്നത്, അവർ ദൈവത്തെക്കുറിച്ച് അറിഞ്ഞിട്ടും, ദൈവം നമ്മളെക്കുറിച്ചും അത് പറയുമെന്ന് എനിക്ക് തോന്നുന്നു. വിശ്വാസികൾ എന്നെ അറിഞ്ഞിട്ടും, ക്യാമ്പുകളിൽ എന്നെ കുറിച്ച് പ്രസംഗിച്ച് കേട്ടിട്ടും, ക്ലാസ്സുകളിൽ എന്നെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടും, അല്ലേ, എന്തോരു സത്യങ്ങളാ ദൈവത്തെക്കുറിച്ച് പറഞ്ഞിട്ട്. എന്നിട്ട് പിന്നെ എന്താ നമ്മൾ ചെയ്യുന്നത്? എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം വരും, അതിൽ വരുന്നതും വേണ്ട, ഒരു ചെറിയ പ്രശ്നം വരുമ്പോൾ നമ്മൾ ആകെപ്പാടെ വായനയും ഇല്ല, പ്രാർത്ഥനയും ഇല്ല, സന്തോഷവും ഇല്ല, സമാധാനവും ഇല്ല. എന്നോട് ഇങ്ങനെ ചെയ്തല്ലേ, എന്നോട് ഇങ്ങനെ ചെയ്തല്ലേ. എന്തോ ചെയ്തെന്നാ പറയുന്നത്? നിങ്ങളോട് എന്തോ ചെയ്തു? ദൈവം എന്താ നിങ്ങളോട് ചെയ്തു? ഒന്നും ചെയ്തില്ല. നമ്മളൊക്കെ അങ്ങനെ പറയുന്നു. നമ്മുടെ പിള്ളേർ പരീക്ഷയ്ക്ക് നോക്കുവോ, നമ്മുടെ മക്കളുടെ ഒരാള് രോഗം പിടിക്കുമോ, ആക്സിഡന്റ് മരിക്കുമോ, എന്തെങ്കിലും ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ആകെപ്പാടെ അപ്സെറ്റ് ആകും. അത് നമ്മുടെ സ്വഭാവമാണ്. അതിനാരെയും ഞാൻ കുറ്റം പറയില്ല. അതാണ് നമ്മുടെ സ്വഭാവം എന്ന് പറയുന്നത്. മനുഷ്യൻ എന്തുകൊണ്ടായി വിശ്വാസികൾ പാപം ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ ഒരു വേദശാസ്ത്രി പറഞ്ഞത്, അത് ക്രിയേഷൻ മോഡലിന്റെ ദോഷമാണ്. അങ്ങനെ ദൈവം തമ്പുരാൻ പാപം ചെയ്യാൻ സാധ്യതയുള്ള ഒരു മനുഷ്യനെയാണ് സൃഷ്ടിച്ചത്. അത് ക്രിയേഷൻ ഡിഫക്റ്റ് ആണ്. അപ്പൊ അവരുടെ പറയും, പാപം ചെയ്യുന്നതിന്റെ ഉത്തരവാദിത്വം ആർക്കാന്ന് വെച്ചാൽ ദൈവത്തിനാണ്. കാരണം പാപം ചെയ്യാൻ കഴിവുള്ളതായിരിക്കുന്ന ഒരു മനുഷ്യനെ ദൈവം ഉണ്ടാക്കിയിട്ട് പിന്നെ പാപം ചെയ്ത് പറയും, ഇതൊക്കെ മനുഷ്യൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ വേദശാസ്ത്രത്തിൽ പറയുന്നത് അങ്ങനെയാണ്. ക്രിയേഷൻ ഡിഫക്റ്റ്. പാപം ചെയ്യാൻ സാധ്യമല്ലാത്തൊരു മനുഷ്യൻ ഉണ്ടാക്കിയിരുന്നെങ്കിൽ പാപം ചെയ്യുമോ? ഇല്ല. പക്ഷെ ആ മനുഷ്യനെ ഒരു പശുവോ കാളയോ ആയിരിക്കും, കാരണം അത് പാപം ചെയ്യാൻ ഒക്കുകയില്ല. അത് പശുവോ കാളയോ ആനയോ ആയിരിക്കും, അതിനൊന്നും പാപം ചെയ്യാൻ ഒക്കുകയില്ലല്ലോ. പശു പാപം ചെയ്ത് കണ്ടിട്ടോ? കാള പാപം ചെയ്ത് കണ്ടിട്ടോ? ഇല്ല, ഒന്നും പാപം ചെയ്ത് കണ്ടിട്ടില്ല. പണ്ടി കുറയ്ക്കുകയും പാപം ചെയ്യുന്നില്ല. കാരണം എന്താ? അതിന് വ്യക്തിത്വമില്ല, അതിന് തെരഞ്ഞെടുപ്പിന്റെ കഴിവില്ല. ഇറ്റ് ഡസ് നോട്ട് ഹാവ് ദി എബിലിറ്റി ടു ചൂസ്. തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമൊന്നുമില്ല. മനുഷ്യൻ അങ്ങനെ പറയാറുണ്ട്. മനുഷ്യൻ പറയാറുണ്ട്, വേദശാസ്ത്രത്തിൽ പറയാറുണ്ട്, മാൻ വാസ് ക്രിയേറ്റഡ് ഫ്രീ. നോ, ഹി വാസ് നോട്ട് ക്രിയേറ്റഡ് ഫ്രീ. ഹി വാസ് ഗിവൺ ഫ്രീ എബിലിറ്റി. തിന്നരുതെന്നല്ലേ പറഞ്ഞത്, നിനക്ക് വേണ്ടി തിന്നുള്ളതെന്ന് പറഞ്ഞു. അങ്ങനെ ആണെങ്കിലും അവൻ സ്വാതന്ത്ര്യം, ദാറ്റ്സ് ഫ്രീഡം. മോനെ 2 പഴങ്ങളുണ്ട്, നിനക്ക് ഇഷ്ടം പോലെ നീ ചെയ്യുന്നു, നീ തീരുമാനം ചെയ്ത് തിന്നു. അങ്ങനല്ല പറഞ്ഞത്. 2 വർഷമുണ്ട്, ഒരെണ്ണം നീ തൊട്ടുപോരെന്ന് പറഞ്ഞില്ല, ഒരെണ്ണം നീ തിന്നരുതെന്ന് പറഞ്ഞു. തിന്നരുതെന്ന് പറഞ്ഞ സ്വാതന്ത്ര്യമാണോ? അല്ല, തിന്നാനുള്ള എബിലിറ്റി കൊടുത്തു. ഗോഡ് ക്രിയേറ്റഡ് മാൻ വിത്ത് ദി എബിലിറ്റി ടു ഡു റോങ്, നോട്ട് വിത്ത് ദ ഫ്രീഡം ടു ഡു റോങ്. ഫ്രീഡം കൊടുത്തിരുന്നെങ്കിൽ പിന്നെ അതിനെ ശിക്ഷിക്കാൻ ഒക്കില്ല. ഒരു കാര്യം ചെയ്യാൻ സ്വാതന്ത്ര്യം കൊടുത്തിട്ട് അവനെ ശിക്ഷിക്കാൻ ഒക്കും. എൻ്റെ കയ്യിൽ 2 മുട്ടായി ഉണ്ട്, അവനെ ഇഷ്ടമുള്ള എടുത്തു എന്ന് പറഞ്ഞു, കൊച്ചി ഇതെടുത്തിട്ട് ഒരൊറ്റ അടി കൊടുത്തു. ചാടി പറഞ്ഞ് ഇഷ്ടമുള്ള എടുത്തോളം പറഞ്ഞിട്ടില്ല, 2 മുട്ടായി പറഞ്ഞു. അങ്ങനെയല്ല,
നീ ഈ മുട്ടായി എടുക്കാൻ പാടില്ല, ഇത് എടുക്കാവോ, ഈ മുട്ടായി എടുക്കാൻ നീ മരിക്കും എന്ന് പറഞ്ഞു. അവൻ അതെടുത്ത് ഞാൻ അടി കൊടുത്തു, എന്നോട് എടുക്കരുത്. അതാണ് ദൈവം ചെയ്തത്. അപ്പൊ ഈ മനുഷ്യന് ദൈവം തന്നതായിരിക്കുന്ന ഈ എബിലിറ്റി ഉണ്ടല്ലോ, ആ എബിലിറ്റി ദൈവത്തെ അറിയാനും ദൈവത്തെ പ്രസാദിപ്പിക്കാനും ദൈവത്തെ മഹത്വപ്പെടുത്താനും വേണ്ടി നമ്മൾ ഉപയോഗിക്കണം. നമ്മൾ ആ എബിലിറ്റി ഒന്നും ഉപയോഗിക്കുന്ന ഈ മഹത്വത്തിന് വേണ്ടിയൊന്നും അല്ല. ഭയങ്കരമായ കാര്യങ്ങളാണ് ഇതൊക്കെ. ഐ ആം ഏബിൾ ടു, ഐ ക്യാൻ ഡു ഓൾ തിങ്സ് പൗലോസ് പറഞ്ഞ പോലെ. അത് പറഞ്ഞ പോസിറ്റീവായിട്ട് നല്ല കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ബട്ട് ഞാൻ എൻ്റെ മറ്റേ വശം ഞാൻ പറയാം, ഐ ക്യാൻ ഡു ഓൾ തിങ്സ്, പക്ഷേ ഫോർ ദ ഗ്ലോറി ഓഫ് ഗോഡ്. അപ്പോഴേ ദൈവം പ്രസാദിക്കുന്നത്. തെറ്റായൊരു കാര്യം പറയുകയും ചെയ്തത്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഒന്ന് ദൈവത്തെ അറിയാൻ കഴിയും, രണ്ടാമത് നാം ദൈവത്തെ അറിഞ്ഞവരാണ്. അപ്പോൾ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ ദൈവത്തെ അറിഞ്ഞിട്ടു എന്ന് പറയുമ്പം ഈ ബൈബിളിലെ 66 പുസ്തകങ്ങളിലെ സത്യമെല്ലാം അറിഞ്ഞിട്ടുള്ളതെന്നല്ല പറയുന്നത്. സ്വാഭാവിക മനുഷ്യന് ദൈവത്തെ അറിയാൻ കഴിഞ്ഞ കാര്യങ്ങൾ അറിഞ്ഞിട്ടും അവൻ ദൈവത്തെ കുറിച്ച് ദൈവത്തോട് അവൻ പ്രതികരിക്കേണ്ടതും പ്രതികരിച്ചില്ല. അതേ കാര്യം നമ്മോട് പറഞ്ഞ എങ്ങനെ പറയും? ഈ 66 പുസ്തകങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന സത്യങ്ങളെല്ലാം നീ വായിച്ചും കേട്ടും പഠിച്ചും പ്രസംഗിച്ചു കേട്ടും അതേക്കുറിച്ചുള്ള കമന്ററികൾ വായിച്ചും ഒക്കെ ചെയ്തിട്ടും നീ എന്നെ മഹത്വപ്പെടുത്തിയില്ല. അപ്പൊ അതേ ഒരു ചെറിയ കാര്യമല്ല കേട്ടോ. അപ്പൊ നാം ദൈവത്തെ, നമ്മുടെ ദൈവം അറിയുവാൻ സാധ്യതയുള്ള ഒരു ദൈവമാണെന്ന് മാത്രമല്ല, പിന്നെ നാം അങ്ങനെ അറിഞ്ഞിട്ടും നാം ദൈവത്തെ മഹത്വപ്പെടുത്തിയില്ല. ദൈവത്തെക്കുറിച്ചുള്ള സത്യങ്ങൾ നാം ബുദ്ധിയിൽ അറിഞ്ഞു, ദൈവത്തെക്കുറിച്ചുള്ള സത്യങ്ങൾ നാം അനുഭവത്തിൽ പറഞ്ഞു. ബുദ്ധിയിലെ അറിവ് അനുഭവത്തിലേക്ക് പരിവർത്തനം ചെയ്യുമ്പോഴാണ്. എല്ലാ അറിവും അനുഭവത്തിലേക്ക് പരിവർത്തനം ചെയ്യാൻ ഒക്കുകയില്ല. ദൈവം സർവജ്ഞാനിയാണ്, സർവശക്തനാണെന്നുള്ളത് എങ്ങനെ അനുഭവത്തിലേക്ക്? നമുക്കൊക്കെയില്ല. കാരണം നോൺ കമ്മ്യൂണിക്കബിൾ ആട്രിബ്യൂട്ടാണ്. ദൈവത്തിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയാത്ത ദൈവത്തിന്റെ ആട്രിബ്യൂട്ടിൽപ്പെട്ട ചില കാര്യങ്ങളാണ്. അതൊന്നും നമുക്ക് അറിയാനേ ഒക്കും. വി ക്യാൻ എക്സ്പീരിയൻഷ്യലി അറിയാൻ ഒക്കുകയില്ല, തിയോറിറ്റിക്കലി അറിയാനായിട്ട് സാധിക്കും, അത്രയും. പക്ഷെ ദൈവം സ്നേഹമാണ്, ദൈവം കരുണയുള്ളവനാണ്, ദൈവം നീതിയുള്ളവനാണ്. അതൊക്കെ നമുക്ക് ദൈവത്തിന് കമ്മ്യൂണിക്കബിൾ ആട്രിബ്യൂട്ടാണ്. ദൈവത്തെ സ്നേഹം ഒരുപാട് അനുഭവിക്കുന്നതും ദൈവത്തിന് നീതി ഒരുപാട് അനുഭവിക്കുന്നതും ഒക്കെയാണ്. അതൊക്കെ ദൈവത്തിന് പകർന്നു തരാകുന്നതായിരിക്കും ദൈവത്തിന്റെ സ്വഭാവ ഗുണങ്ങൾ. ഇതൊക്കെ നമ്മൾ അറിഞ്ഞ ആളുകളാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നാം ദൈവത്തെക്കുറിച്ച് കൂടുതൽ അറിയണമെന്ന് തന്നെ. ദൈവത്തെക്കുറിച്ച് കൂടുതൽ അറിയണം. അതിന് തിയോളജിയൊക്കെ പഠിക്കണം, ദൈവത്തെക്കുറിച്ചൊക്കെ പറയുന്നതായിരിക്കുന്ന പുസ്തകങ്ങളൊക്കെ വായിക്കണം. അല്ലാതെ നമ്മളിങ്ങനെ 3 നേരം ചാപ്പാടും ഉണ്ടാക്കി കഴിച്ച് വൈകിട്ട് വരുമ്പോൾ ദൈവം ഞാൻ കിടന്നുറങ്ങുക, എനിക്ക് ഉറക്കം മനസ്സിലാക്കണം, നോക്കിക്കോണേ. രാവിലെ മുടക്കിയതിന് സ്തോത്രം നന്ദി, എഴുതേക്കുക, ഇന്നത്തെ കാര്യമൊക്കെ നോക്കിക്കോണേ, സഹായിച്ചോണേ എന്ന് പറഞ്ഞാൽ ദൈവത്തെക്കുറിച്ചൊന്നും നമുക്ക് അറിയാനൊന്നും ഒന്നും സാധിക്കുകയില്ല. വളരെ കുറച്ചേ അറിയത്തുള്ളൂ. അത്ര ഒരു അറിവ് സാധാരണക്കാർക്കുള്ളൂ. അറിയാവുന്ന സങ്കീർത്തനക്കാരൊക്കെ ഒത്തിരി കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ പർവ്വതത്തിന്റെ മേൽ പോയാലും സമുദ്രത്തിന്റെ അടിയിൽ പോയാലും അവിടെ ഉണ്ടെന്നാ പറയുന്നത്. നിന്റെ അവിടെ ഉണ്ട്. പ്രാവിനുള്ളതുപോലെ എനിക്ക് ചിറകുണ്ടായിട്ട് ഞാൻ പറന്ന് ദൈവമില്ലാത്തൊരു സ്ഥലത്ത് പോയാൽ യോന അതാ ചെയ്തത്. യഹോവ ഇല്ലാത്തൊരു സ്ഥലമാണ് നിനവേന്ന് വിചാരിച്ചു. കാരണം ദുഷ്ടന്മാരെ ആളുകൾ അവിടെ പാർക്കുന്നത്, അവിടെ ദൈവമില്ലെന്ന്. പക്ഷെ അവനൊരു കാര്യം കണ്ട്, കടലിന്റെ അടിയിലും ദൈവമുണ്ട്. ആവണക്കിന് ചവിട്ടിയിരുന്ന അവിടെ ദൈവമുണ്ട്. യോന പ്രവാചകന് അല്ലെ ദൈവത്തെ കുറിച്ച് കുറേ അറിവ് വന്നു. പക്ഷെ എങ്കിലും യോന ദൈവത്തെ അറിഞ്ഞില്ല. കാരണം ദൈവം പറഞ്ഞു, നീ നല്ല ദൈവമല്ലെന്ന് ഞാൻ അന്നേ പറഞ്ഞു. നിനക്കൊരു സ്വഭാവ ദോഷമുണ്ടെന്ന് പറഞ്ഞു. എന്താണെന്നറിയാമോ? നീ വാക്ക് പറഞ്ഞ പാലിക്കും, നശിപ്പിച്ച് കളയുമെന്ന് നീ വളരെ പറഞ്ഞ് എന്നെ കൊണ്ട് പ്രസംഗിപ്പിച്ചാലും അവൻ അയ്യോ കർത്താവേ ക്ഷമിക്കണമെന്ന് പറഞ്ഞു നീ പറഞ്ഞ് ക്ഷമിച്ചിരിക്കുന്നു. അങ്ങനെ ഒരു ദൈവം നീ ഒക്കുമില്ലെന്ന് വാക്ക് പറയുന്നത് പറയുന്നത്. ഞാനിവിടെ കുത്തിയിരിക്കും, എന്ത് കാണാൻ വേണ്ടിയാണ് കുത്തിയിരിക്കുന്നത്? നിലവേ നശിക്കുന്നത് കാണണം, എന്നിട്ട് വേണം എനിക്ക് എന്ത് ചെയ്യാൻ? സ്തോത്രം പറയാം. ദൈവമേ നീ നല്ലവനാണ്. അപ്പൊ യോനയുടെ ദൈവത്തെക്കുറിച്ചുള്ള അറിവെന്ന് പറയുന്നത് എത്ര നല്ല അറിവായിരുന്നു, പ്രവാചകനായിരുന്നിട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. മൂന്നാമത് ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യമാണെങ്കിൽ ഞാൻ പറയട്ടെ. അറിവ് ഉത്തരവാദിത്വത്തെ ഉളവാക്കുന്നു. എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? 2 കാര്യം അവരെ കുറിച്ച് പറഞ്ഞു. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവം എന്ന് ഓർത്ത് മഹത്വീകരിച്ചില്ല. ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. അവൻ ദൈവത്തെ അറിഞ്ഞിട്ടും അവന് ദൈവത്തെ മഹത്വീകരിച്ചിരുന്നില്ല. അവൻ ദൈവമാണെന്ന് എന്ന് പറഞ്ഞാൽ ഇപ്പോ വിചാരിച്ചുള്ളൂ, ഇന്ത്യൻ പ്രസിഡന്റിനെ അറിഞ്ഞ ഒരാള് ഇന്ത്യൻ പ്രസിഡന്റ് ആണെന്ന് അറിഞ്ഞുകൊണ്ട് ബഹുമാനിക്കുന്നതും അത് ഓർക്കാതെ ബഹുമാനിക്കുന്ന വ്യത്യാസമുണ്ടല്ലേ? ഞാൻ പലപ്പോഴും പറയാറുള്ള, ഉദാഹരണമായിട്ട് പറയാറുള്ളതാണ്. ഞാൻ പാലായിലായിരിക്കുന്ന കാലത്ത് അവിടെ വലിയൊരു ധനവാനായ മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരുപാട് കേസുള്ള മനുഷ്യനാണ്. ഒരുപാട് കേസ്, ഇന്ത്യയിൽ എല്ലായിടത്തും അദ്ദേഹത്തിന് ഒരുപാട് കേസുണ്ട്. പെർമനന്റ് ആയിട്ടൊരു വക്കീലിനെ ഉണ്ട്, ശമ്പളം കൊടുത്ത് നിർത്തിയിരിക്കുക. കേസ് പറയുന്നൊരു കാശ് വേറെ, അല്ലാതെ തന്നെ മാസ ശമ്പളവും ഉണ്ട് വക്കീലിന്. ഇവർ 2 പേരും കൂടെ എല്ലായിടത്തും പോകുന്നത്.
അങ്ങനെ ഒരിക്കലും അവർ പോകുമ്പോ സ്നേഹിതന്മാരാരുടെ വർത്താനം പറയുമ്പോ ഈ വക്കീല് അറിയാതെ ആ മനുഷ്യനെ തോൾ ഇങ്ങനെ കൈ, അടുത്ത സ്നേഹിതരാ, എപ്പോഴും ഒരുമിച്ചാ പോകുന്നത്, ഒരു കാറിന്റെ ഒരു സീറ്റിൽ നിന്നാ പോകുന്നത്. തോളിൽ കൈയിട്ടുടനെ പറഞ്ഞു, എടുക്കാ കൈ എന്ന് പറഞ്ഞു, യു ആർ ഫയർഡ് എന്ന്, നീ എന്റെ ജോലിക്കാരനാണെന്ന് പറഞ്ഞു, നിന്നെ പിരിച്ചു വിട്ടിരിക്കുന്നു. അപ്പോ അവൻ ഇവന്റെ യജമാനനാണ് എന്ന് അറിയാതെ അയാൾ. ചില സമയത്ത് നമ്മള് ദൈവത്തെ അങ്ങ് ഒരുപാട് പരിചയമൊക്കെ ആകും, ഒരുപാട് പരിചയമായിട്ട്, അപ്പൊ ഈ ഫെമിലിയാരിറ്റി നമുക്ക് അമിത പരിചയമായി കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നറിയോ, ആളെ കുറിച്ചുള്ള ബഹുമാനം നമുക്ക് നഷ്ടപ്പെട്ടു. ഫെമിലിയാരിറ്റി ബ്രീഡ്സ് കണ്ടംപ്റ്റ്. ചില മനുഷ്യർക്ക് ദൈവത്തെ ഒരുപാട് അറിഞ്ഞതിന്റെ ഫലമായിട്ട് ദൈവത്തെ കുറിച്ച് യാതൊരു. അമേരിക്കയിലെ എസ് ലൂയിസ് ജോൺസൺ എന്ന് പറഞ്ഞ ഒരു മനുഷ്യനുണ്ടായിരുന്നു, വലിയൊരു പണ്ഡിതനാണ്, ഗ്രേറ്റ് മാൻ ഓഫ് ഗോഡ്, അദ്ദേഹത്തിന് ഭാര്യ ഉണ്ടായിരുന്നു. അപ്പോ ഡാളസിൽ പഠിച്ചതായിരിക്കുന്ന ഒരു സ്റ്റുഡന്റ്, വിചാരിക്കുന്നു ഡോക്ടറേറ്റ് PhD ചെയ്യുന്ന ഒരു സ്റ്റുഡന്റ്, ഒരു ദിവസം ഇവരുടെ വീട്ടിൽ വന്ന് താമസിച്ചു. ഇവിടെ വീട്ടിൽ വന്ന് താമസിച്ചിട്ട് അദ്ദേഹം രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ കയ്യൊക്കെ വിളിച്ചിട്ട്, ഗുഡ് മോർണിംഗ് ഗോഡ്, ഹൗ ഡു യു ഡു ദിസ് മോർണിംഗ്? ദൈവത്തോട് ചോദിക്കുക, ദൈവമേ ഗുഡ് മോർണിംഗ്, എങ്ങനെയുണ്ട് രാവിലെ? അപ്പോ ലൂയിസ് ജോൺസന്റെ ഭാര്യ പറഞ്ഞു, ഇടിയെ, ദൈവത്തിന് എങ്ങനെയുണ്ടെന്നാണ് നീ ചോദിക്കുന്നത്, അല്ലേ? നിനക്കുള്ളതുപോലെ പിന്നെ പല്ലുവേദനയും ജലദോഷവും ഒന്നും ദൈവത്തിന് ഇല്ല. ഹി ഈസ് ദ സെയിം യെസ്റ്റർഡേ ടുഡേ ആൻഡ് ഫോറെവർ. ഇന്നലെ എന്നേക്കും. ദൈവത്തിനോട് ഗുഡ് മോർണിംഗ് പറയേണ്ട ആവശ്യമില്ല, കാരണം അങ്ങനെ ദൈവത്തിന് ഗുഡ് മോർണിംഗ് ഇല്ല, ഒരു ബാഡ് മോർണിംഗും ഇല്ല. ഹി ഈസ് ഓൾവേസ് ഗുഡ്. നമ്മുടെ ചിലപ്പോഴത്തെ വിചാരം അങ്ങനെയൊക്കെയാണ്, അല്ലേ? അങ്ങനല്ലേ? ഞാൻ ഇന്നൊരു പ്രാർത്ഥന അങ്ങ് തട്ടിക്കൊടുത്തു, ദൈവത്തിന് അത് ഭയങ്കര ഇഷ്ടപ്പെട്ട് കാണും, അല്ലേ? അല്ല, ഇന്ന് ഞാൻ ഒരു ആരാധനയ്ക്ക് ഒരു തട്ടി നന്നായിട്ട് അങ്ങനെ വേണം ആരാധിക്കുക. എല്ലാ കർത്താവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് എനിക്കറിയാം. അതൊന്നും ദൈവത്തെ ഇംപ്രസ് ചെയ്യാനൊന്നും സാധിക്കില്ല. അപ്പൊ ദൈവത്തെ ഓർത്തവനെ മഹത്വപ്പെടുത്തണം. ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ നമ്മുടെ മുൻപിൽ എപ്പോഴും ദൈവം ആരാണ്, ദൈവം ആരാണ്, ദൈവം ആരാണ് എന്ന് ഓർത്തുകൊണ്ട് വേണം ദൈവത്തെ മഹത്വപ്പെടുത്താൻ. ഞാൻ വിചാരിക്കുന്നു, ഇന്ത്യൻ പ്രസിഡന്റ് നിങ്ങളുടെ വീട്ടിൽ അതിഥിയായിട്ട് വരികയും നിങ്ങൾ ഇന്ത്യൻ പ്രസിഡന്റ് ഒരു നേരത്തെ ആഹാരം കൊടുക്കുകയും ചെയ്താൽ നിങ്ങൾ ഈ ആഹാരം എങ്ങനെയായിരിക്കും ഉണ്ടാക്കുന്നത്? നമുക്കതിനുള്ള ഭാഗ്യം ഒരിക്കലും ഉണ്ടാവില്ല. അതിന് സ്തോത്രം. കാരണം ഞാൻ വിചാരിക്കും ഇന്ത്യൻ പ്രസിഡന്റ് ആണെന്ന് ഓർത്തുകൊണ്ടായിരിക്കും ഉള്ളി അരിയുന്നതും വെളുത്തുള്ളി ചതയ്ക്കുന്നതും മുളക് അരിയുന്നതും, അല്ലേ? അങ്ങനല്ലേ? അങ്ങനെ. അതിന്റെ കാരണം എന്താന്ന് ചോദിച്ചാൽ, നമ്മളതേ കുറിച്ച് റിസർച്ച് നടത്തി നമ്മളാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മൾ അവിടെ ഇന്ത്യൻ പ്രസിഡന്റ് പാചകക്കാരായിരിക്കുന്ന ആളുകളെ എങ്ങനെയെങ്കിലും കോണ്ടാക്ട് ചെയ്ത് പ്രസിഡന്റിന് എങ്ങനെയാണ് ഉള്ളി ഇഷ്ടമാണോ, കടുക് ഇഷ്ടമാണോ, വെളുത്തുള്ളി ഇഷ്ടമാണോ, മുളക് എങ്ങനെയാ ഇഷ്ടം, എരിവുള്ള മുളകാണോ, എരിവില്ലാത്ത മുളകാണോ, എന്തെല്ലാം റിസർച്ച് ചെയ്തിട്ടായിരിക്കും ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പൊ ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ദൈവം ആരാന്നോർത്ത്, ദൈവമാണ് എന്നോർത്ത്, ദൈവം സർവശക്തനാണെന്ന് ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തണം, ദൈവം സർവജ്ഞാനിയാണെന്ന് ഓർത്ത് മഹത്വപ്പെടുത്തണം, ദൈവം സർവ്വ സാന്നിധ്യമുള്ളവരാണെന്ന് ഓർത്ത് മഹത്വപ്പെടുത്തണം, നീതിമാനാണെന്ന് ഓർത്ത് മഹത്വപ്പെടുത്തണം, നിർമ്മലനാണെന്ന് ഓർത്ത് മഹത്വപ്പെടുത്തണം, വിശുദ്ധനാണെന്ന് ഓർത്ത് മഹത്വപ്പെടുത്തണം, അകാരണക്കാരനാണ്, സർവകാര്യകാരനാണ്, ആദിയില്ലാത്തവനാണ്, അന്തമില്ലാത്തവനാണ്, അന്തരങ്ങളില്ലാത്തവനാണ്, ദൈവത്തെക്കുറിച്ച് എന്തെല്ലോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ഓർത്തുകൊണ്ടാണ് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്. അല്ലാതെ സ്വോത്രം സ്വോത്രം ദൈവം സ്വോത്രം എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം ചോദിക്കുന്നത് എന്തിനാണ് ഇപ്പൊ സ്വോത്രം പറഞ്ഞു? അല്ല, നീ എന്തിനാ ഈ സ്വോത്രം പറഞ്ഞു? നമ്മളത് അറിയണം. ഒരാൾ ഒരാളെ കാണാൻ ഒരു വലിയ ധനവാനായ ഒരു മനുഷ്യന്റെ വീട്ടിൽ ഒരാൾ ചെന്നു, പാവപ്പെട്ട ഒരാളാണ്. ആ മനുഷ്യനെ ഞാൻ കുറ്റം പറയല്ല, ആ മനുഷ്യനെ കുറ്റം പറയരുത്, കാരണം അദ്ദേഹം ചെയ്യാവുന്ന അദ്ദേഹം. അപ്പൊ ഈ മനുഷ്യനുമായ വലിയ ഫലവാനായ മനുഷ്യനാണ്, അദ്ദേഹത്തിന്റെ ഭാര്യ പഴയ കാലത്ത് ഡോക്ടറും ഒക്കെയാണ്, ഒരു വലിയ ഫലവാന്മാരായ ആളാണ് ഇദ്ദേഹത്തെ. ഈ നമ്മുടെ സഹോദരനാണ്. അദ്ദേഹത്തെ ചിലപ്പം സഹോദരൻ എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കൊണ്ട് പോകും, എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് കൊടുക്കണ്ടേ ആരെങ്കിലും വിസിറ്റ് ചെയ്യാൻ പോകുമ്പോഴും. അപ്പൊ ഈ പാവപ്പെട്ട സഹോദരനെ ഈ മുന്തിരിങ്ങ വിൽക്കുന്ന കടയിൽ ചെന്നിട്ട് നോക്കുമ്പോ കൊലയോടെ വാങ്ങിക്കാനുള്ള കാശില്ല. അപ്പോ അതൊക്കെ എടുത്തെടുത്ത് വെച്ചാലും വലിയ വില. അപ്പൊ പിന്നെ അയാള് പറഞ്ഞോളൂ, മണി ഇങ്ങനെ അടന്നുപോയ കുറച്ച് മണികളുണ്ട്, അതിനാണെങ്കിൽ കാശൊന്നും തരണ്ട, ഞാൻ വേണേ 1 കിലോ വല്ലോ തരാമെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം ഒരു 1 കിലോ ന്യൂസ് പേപ്പർ ഈ മനുഷ്യനെ കൊണ്ട് കൊടുത്തു. അപ്പൊ ആ മനുഷ്യന്റെ അപ്പച്ചനോട് പറഞ്ഞതാ. അപ്പൊ ഞാൻ പറഞ്ഞാണ് ഇന്ന സഹോദരം വന്നു, ആ പാവപ്പെട്ട മനുഷ്യൻ വളരെ കാശ് കൊടുത്തായിരുന്നു വന്നത്, ഞങ്ങളത് വളരെ നന്ദി പറഞ്ഞ് സ്വീകരിച്ചു. ആ മനുഷ്യൻ പോയപ്പോ ഞങ്ങൾ ഒറ്റ കയറും വെച്ചു കൊടുത്തു.
ഇപ്പൊ എനിക്ക് ചിലപ്പോൾ തോന്നി, കഥ കേട്ടപ്പോ എനിക്ക് തോന്നി നമ്മൾ വലിയ കാര്യമാണ് ചില തുതിയും തോന്നലൊക്കെ കൊടുത്തു കാണും. ദൂതന്മാരുടെ മധ്യത്തിൽ പറഞ്ഞു, ഇന്നത്തെ രാവിലത്തെ ആരാധനയ്ക്ക് കുറേ കാര്യങ്ങൾ അവനെ ആരാധനയ്ക്ക് വേണ്ടി തന്നു, ഞാൻ അത് മുഴുവൻ എടുത്തു. കാരണം എന്റെ സ്വഭാവത്തിൽ നിരക്കുന്ന ഒരു കാര്യവും പറഞ്ഞില്ല, ഒരു കാര്യവും പറഞ്ഞില്ല. പറഞ്ഞവർക്ക് ശുദ്ധ അബദ്ധങ്ങളാണ് പറയുന്നത്, ശുദ്ധ അബദ്ധങ്ങളാണ്. ചിലപ്പോൾ നമ്മൾ ദൈവത്തെ പഠിപ്പിക്കാനൊരു ശ്രമിക്കില്ലേ? കർത്താവ്, ഞാൻ ഒന്ന് പറയട്ടെ, നിനക്കൊരു പക്ഷേ അറിയില്ലായിരിക്കും, എന്റെ സ്ഥിതി നിനക്ക് അറിയില്ല, ഞാൻ നിനക്ക് പറഞ്ഞു തരാം, ഞാൻ പറഞ്ഞു തരാം, എന്റെ മാനസിക അവസ്ഥയെ കുറിച്ച് ഞാൻ നിന്നോടൊന്ന് പറയേണ്ട ഒരു വാക്ക് എന്നൊക്കെ പറയില്ലേ? നമുക്ക് വലിയ വേദന ഈ പറയുന്നത്, എന്റെ മാനസികാവസ്ഥയെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല, ഒരു വാക്ക് പറയട്ടെ. കർത്താവ് പറഞ്ഞാട്ടെന്നാല് ഞാൻ വളരെ വേദനയിലാണ്. എത്രത്തോളം വേദനയിലാണ്? നമ്മുടെ അവസ്ഥയെക്കുറിച്ച് അറിയാവുന്നവനല്ലേ ദൈവം. നമ്മൾ ചെന്നെന്ത് പറഞ്ഞാൽ മതി? കർത്താവേ, നീ എല്ലാം അറിയുന്നവനാണ്. പത്രോസ് പറഞ്ഞല്ലോ അവസാനം, ഞാൻ സ്നേഹിക്കുന്നത് 3 പ്രാവശ്യം പറഞ്ഞ് കർത്താവിനെ ബോധ്യപ്പെടുത്താൻ വന്ന അവസാനം കർത്താവ് തിരിച്ചും മറിച്ചിട്ട് ചോദിച്ചു. അവസാനം പത്രോസ് പൊട്ടിക്കറിച്ചിട്ട് പറഞ്ഞു, നീ എല്ലാം അറിയുന്നെന്ന് പറഞ്ഞു. എന്റെ മാനസിക അവസ്ഥയെക്കുറിച്ച് നിന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ എനിക്ക് സാധിക്കില്ല, നിനക്ക് എല്ലാം അറിയാം കർത്താവേ. പിന്നെ ഒരു കാര്യമുണ്ട്, എന്റെ ഹൃദയത്തിൽ എവിടെയോ നിന്നോട് സ്നേഹമുണ്ടെന്നുള്ള കാര്യം അത്രയൊക്കെ നമ്മൾ പറഞ്ഞാൽ മതി. ഞാൻ പോകുന്ന സാഹചര്യത്തെ കുറിച്ച് നിന്നെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമില്ല. എന്റെ സാഹചര്യങ്ങളെ ഒരിക്കലും നീയാണ് കൺട്രോൾ ചെയ്യുന്നത്, നീയാണ് കർത്താവേ. എനിക്കത് എന്നുള്ള ത്രാണിയുള്ളവനല്ല, ഞാൻ ഒരു ബലഹീനനായ മനുഷ്യനാണ്. ഇത്രയുള്ള സങ്കടങ്ങൾ വഹിക്കാനൊന്നും എനിക്ക് ശക്തിയും ഒന്നുമില്ല. നീ കരുണയുള്ളവനാണെന്നറിയാം. നിന്റെ കരുണയ്ക്ക് സ്നേഹത്തെ യോജിച്ച നിലയിൽ നീ എന്റെ സാഹചര്യത്തെ നീ കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞ പോരെ? അത് പറഞ്ഞാൽ മതി. അപ്പൊ ദൈവം എന്ന് ഓർത്തു എന്നുള്ളതിന് മൂലഭാഷയിലൊന്നുമില്ല, വാക്കൊന്നുമില്ല കേട്ടോ. ഓർത്തു എന്നുള്ളൊരു വാക്ക്, ദൈവം എന്ന് അംഗീകരിച്ചുകൊണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ദൈവത്തെ ദൈവമാണ് എന്ന് അംഗീകരിച്ചുകൊണ്ട്. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന് 6-ാം വാക്യം ഒരു നല്ല വാക്യമാണ്. ആ വാക്യത്തിൽ പറയുന്നത് എന്താണ്? വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല. അത് ശരി, നല്ല. എന്നിട്ട് പറയുകയാണ് എന്താണ്? ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം എന്ന ഒരു വ്യക്തിയുണ്ട്. He who comes to God must believe that God he is, not God is. ദൈവത്തെ ഉണ്ടെന്ന് മനസ്സിലാക്കിയ പോലെ, ദൈവം എന്ന് പറയുന്നതായിരിക്കുന്ന ആൾ ഒരു വ്യക്തിയാണ്, അസ്തിത്വമുള്ളവനാണ്, വ്യക്തിത്വമുള്ളവനാണ്. അത് മനസ്സിലാക്കിയിട്ട് വേണം, അല്ലാതെ എന്റെ പ്രസാദിപ്പിക്കാൻ ഒത്തിരി. അപ്പൊ പലപ്പോഴും നമ്മൾ അങ്ങനെയാണ്. ഞാന് ആദ്യമായിട്ട് IAS മുന്നേ ചെന്നത് എനിക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയാണ്. ഞാൻ ആദ്യം അമേരിക്കയിൽ പോകുന്ന കാലത്ത് ഒരു സർട്ടിഫിക്കറ്റ് വേണം. എന്താ ഇത് സർട്ടിഫിക്കറ്റ് ഓർക്കുന്നില്ല. IAS കളക്ടറാണ് തരുന്നത്. ഞാൻ കളക്ടറല്ല, ഡെപ്യൂട്ടി കളക്ടറാണ്. ഈ IAS പാസ്സായിട്ട് വരുന്ന ആളിനെ ആദ്യത്തെ അപ്പോയിന്റ്മെന്റ് എന്തുവാ? ഡെപ്യൂട്ടി കളക്ടറും അല്ലല്ലോ, സബ് കളക്ടറോ. അദ്ദേഹത്തിനൊക്കെ പോയി ഓർക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ശകലം ഇതാണ്. അദ്ദേഹം എന്നോട് ചോദിച്ചു, ഇങ്ങനെയാണോ IAS മുന്നേ നിൽക്കുന്നത്? എനിക്ക് ചിരി വന്നു കേട്ടോ. ചിരിക്കാൻ നോക്കൂ എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നത് ശാല അലസനായിട്ട് അവിടെ നിന്ന്, ഇങ്ങനെയാണോ IAS മുന്നേ? This is how you stand before an IAS officer എന്ന് പറഞ്ഞു. സോറി സർ, സർട്ടിഫിക്കറ്റ് എടുത്ത് തന്നു. അപ്പൊ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഒരു IAS മുന്നിൽ നിൽക്കുന്നതിന് പ്രോട്ടോകോളൊക്കെ ഉണ്ട്. ഇഷ്ടം പോലെ ചെന്ന് നിൽക്കാനായിട്ട് സാധിക്കില്ല. അങ്ങനെയാണ് ദൈവത്തിന് മുന്നിൽ ചെന്ന് നിൽക്കുന്നതിനോ. അതുകൊണ്ടല്ലേ 15-ാമത്തെ സംഘത്തിനൊക്കെ പറഞ്ഞ് ദൈവത്തിന്റെ പർവ്വതത്തിൽ ആർക്ക് കയറാൻ സാധിക്കുമെന്നല്ലേ? അവന്റെ മുൻപിൽ ആർക്ക് നിൽക്കാൻ സാധിക്കും? പിന്നെ അവിടെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ളത് ദൈവത്തെ അറിഞ്ഞവരുടെ ഉത്തരവാദിത്വമാണ്. ദൈവം എന്നറിഞ്ഞ് അവനെ മഹത്വപ്പെടുത്തിയില്ല. അപ്പൊ അതൊരു വലിയ വേണം. മഹത്വീകരിക്കുക എന്ന് പറഞ്ഞാൽ, ഗ്ലോറിഫൈ ഗോഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഒരു വ്യക്തിയുടെ സ്ഥാനത്തിനും തൻ്റെ ജോലിയോ എന്തൊക്കെയാണ് ധനസ്ഥാനത്തിനും ഒക്കെ അനുസരിച്ച് ആളിനെ ബഹുമാനിക്കാനായിട്ട് കടപ്പെട്ടാണ്. ഇപ്പൊ ഇന്ത്യൻ പ്രസിഡന്റ് ഇവിടെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തോട് സറിയുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട സഹോദരൻ പ്രസിഡന്റ് എന്ന് പറയൂ? ഇല്ല, അങ്ങനെ പറയില്ല. പിന്നെ എങ്ങനെയാണ് മിസ്റ്റർ പ്രസിഡന്റ് എന്താന്ന് അമേരിക്കയിലൊക്കെ പറയും, മിസ്റ്റർ പ്രസിഡന്റായി. ഇവിടെയൊക്കെ പറയുന്നൊന്നും അങ്ങനെയല്ല. ഹിസ് എക്സലൻസി എന്നും ഇങ്ങനെ കുറെ ഭംഗിയൊക്കെ ഉപയോഗിച്ചു. അതൊക്കെ ഇപ്പൊ മാറി വരിക. ഇപ്പൊ മിസ്റ്റർ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ മതി, മിസ്റ്റർ പ്രൈം മിനിസ്റ്റർ, മിസ്റ്റർ പ്രസിഡന്റ് എന്നൊക്കെ പറഞ്ഞാൽ മതി. ആദരണീയ എന്നൊക്കെ ഹിന്ദിയിലാണെങ്കിൽ ജി ഒക്കെ ചേർത്ത് അല്ലേ, അങ്ങനെയൊക്കെ ചേർത്താ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആളിന്റെ സ്ഥാനത്തിന് ഒത്തവണ്ണം ബഹുമാനിക്കും. അപ്പൊ ദൈവത്തെ നാം അറിഞ്ഞ ആളുകളാണെങ്കിൽ നമ്മൾ ദൈവത്തെ ആരാധിക്കാനും ദൈവത്തെ ആദരിക്കാനും വരുമ്പോ ദൈവത്തിന്റെ സ്ഥാനത്തിനും ദൈവത്തിന്റെ യോഗ്യതയ്ക്കും
തക്കവണ്ണം ദൈവത്തെ നാം ബഹുമാനിക്കണം. നമ്മുടെ മലയാളം ബൈബിളിലും കിങ് ജെയിംസ് ബൈബിളിലും ഒക്കെ, കിങ് ജെയിംസ് പഴയ കിങ് ജെയിംസ് ബൈബിളല്ല, അല്ലാത്ത ബൈബിളിലും ഒക്കെ ദൈവത്തെ യു എന്നും നീ എന്നും ഒക്കെയാ. യഹോവേ നീ നല്ലവൻ, ദൈവമേ നീ വല്ലവൻ എന്നൊക്കെയല്ലേ. ഇപ്പോഴത്തെ വിവർത്തനങ്ങളിലൊക്കെ അങ്ങ് വലിയവൻ, അങ്ങ് നല്ലവൻ. അപ്പൊ അതേക്കുറിച്ചൊക്കെ സംവാദം ഉണ്ടായി. ദൈവത്തെ നീ എന്ന് വിളിക്കുന്നത് യോഗ്യമാണോ അല്ലയോ? കാരണം നീ എന്ന് പറയുന്ന മലയാള വാക്ക്. അപ്പൊ അതേക്കുറിച്ചൊക്കെ സംവാദമൊക്കെ ഉണ്ട്. അപ്പൊ അത് ഞാനിവിടെ സോൾവ് ചെയ്യാനൊന്നും എന്നെ കൊണ്ട് സാധിക്കില്ല. പിന്നെ ബൈബിൾ പരിഭാഷ ചെയ്ത കാലത്ത് മാത്രമല്ല, ഗ്രീക്ക് ഭാഷയില് ദൈവത്തെ നീ എന്ന് തന്നെയാണ് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒക്കെ നീ എന്ന് തന്നെയാണ് വിളിച്ചിട്ടുള്ളത്. അതിനവർ പറഞ്ഞത് നമ്മുടെ ഭാഷയിലെ ഏറ്റവും നല്ല വാക്ക് കൊണ്ടൊന്ന് ദൈവത്തിന് വേണ്ടി ഉപയോഗിച്ചാൽ അത് ദൈവത്തിന്റെ സ്ഥാനത്തിനും മാനത്തിനും യോഗ്യമായ ഒരു വാക്കായിട്ട് കണക്കാക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് വാക്കിലല്ല, വാക്കിന് പിന്നിലുള്ളതായിരിക്കുന്ന ആറ്റിറ്റ്യൂഡിലും കാഴ്ചപ്പാടിലുമാണ് ബഹുമാനം കൊടുക്കണം. അങ്ങനെയാണ് കൊടുക്കണം. അതൊക്കെ ഞാൻ ശരിയായ വാദത്തെ കുറിച്ചൊന്നുമല്ല പറയുന്നത്. ഞാൻ പറയുന്നത് ആളുകളുടെ മനസ്സിൽ ദൈവത്തെ അഭിസംബോധന ചെയ്യേണ്ടത് എങ്ങനെയാണ്? നീ എന്ന് പറയണോ, അങ്ങെന്ന് പറയണോ, അവിടുന്ന് പറയണോ? നമ്മളൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കുന്നത്? ദൈവമേ നീ ഞങ്ങളെ സഹായിക്കണമെന്നൊക്കെ പറയില്ലേ? അങ്ങനെ പറയണോ? ദൈവമേ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ, അങ്ങൂന്ന് ഞങ്ങളെ സഹായിക്കണമേ. അപ്പൊ ചിലർ അവിടുന്ന് ദൈവത്തെ അവിടുന്ന് അങ്ങൂന്ന് പറയും. നല്ലതാണ്. നീ എന്ന് പറയുന്നത് യോഗ്യമല്ല എന്ന് നിങ്ങൾ തോന്നുന്നെങ്കിൽ പിന്നെ ദൈവത്തെ നീ എന്ന് കയറി വിളിക്കരുത്. അല്ല ദൈവമേ, ഏത് മനുഷ്യൻ ഉപയോഗിക്കുന്ന ഏത് ഭാഷയായാലും ആ ഭാഷ വേറെ ആർക്കെങ്കിലും വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്നതാണല്ലോ. മനുഷ്യതലത്തിലെ ആളുകളുടെ ഗ്രേഡ് തിരിച്ചാണല്ലോ നമ്മൾ അങ്ങുന്നെന്നും അവിടുന്നെന്നും ഒക്കെ പറയുന്നത്. അടിമത്തുള്ള കാലത്ത് അടിമകൾ അങ്ങുന്നെന്നും അവിടുന്നെന്നും ഒക്കെയാ പറയുന്നത്, അല്ലേ? അപ്പൊ ആ വാക്ക് വേണോ ദൈവത്തെ ഉപയോഗിക്കാൻ? അതോ സാധാരണ വാക്കാണ്. ആ വാക്ക് പറയുമ്പോൾ അങ്ങയുടെ അസ്തിത്വവും അങ്ങയുടെ മഹത്വവും എല്ലാം അംഗീകരിച്ചുകൊണ്ട് ദൈവമേ നീ എന്ന് പറയുമ്പോൾ അത് ദൈവം മനസ്സിലാക്കുന്നു എന്ന് വിചാരിക്കുന്നു. അതൊക്കെയാണ്. പക്ഷെ നമ്മുടെ മനോഭാവമാണ് ദൈവം എന്ന് ഓർത്തവനെ മഹത്വീകരിക്കണമെന്നാണ്. ദൈവത്തിന്റെ മഹത്വത്തെക്കുറിച്ചുള്ള വലിയ ബോധം എപ്പോഴും നമുക്ക് ഉണ്ടായിരിക്കണം, എപ്പോഴും നമുക്കുണ്ടായിരിക്കണം. മറ്റേ ആ PhD കാരൻ പറഞ്ഞ പോലെ ദൈവമേ നിനക്ക് സുഖമാണെന്നോ, കഴിഞ്ഞ രാത്രി നന്നായിട്ട് ഉറങ്ങിയോ, അവിടുന്ന് സുഖമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നൊക്കെ ദൈവത്തോട് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഹി ഈസ് ഓൾവേസ് ദ സെയിം. ഇന്നലെയും ഇന്നും എന്നേക്കും അന്യനാണ്. പ്രായം കൊണ്ട് ബലഹീനനാകുകയോ ചെറുപ്പമാകുകയോ ഒന്നും നമ്മുടെ ദൈവം ചെയ്യുന്നില്ല. അപ്പൊ ദൈവത്തെ നാം അടുക്കുമ്പോൾ ഇവർ പറയുന്നവർ ദൈവത്തെ ബഹുമാനിച്ചില്ലെന്നാ, ദൈവത്തെ മഹത്വപ്പെടുത്തിയില്ലെന്നാ. രണ്ടാമത് പറയുന്നത് നന്ദി കാണിച്ചു. ദൈവത്തെ നന്ദി കാണിച്ചില്ല. മഹത്വപ്പെടുത്തുന്നതും നന്ദി കാണിക്കുന്നതും രണ്ടും രണ്ടാണ്. നമ്മൾ മലയാളികളായ നമുക്ക് നന്ദി പറയാൻ വലിയ പറയാം. നിങ്ങൾ എൻ്റെ വീട്ടിൽ വന്ന് വെള്ളം വേണമെന്ന് പറഞ്ഞാൽ വെള്ളം കൊണ്ടുതന്ന് വെള്ളം കുടിച്ചതിന് ശേഷം താങ്ക് യു പറയില്ല. നന്ദി എന്ന് പറയുമോ? ഇല്ല, നമ്മളുടെ പറയാറില്ല. അതിൻ്റെ എന്താണെന്ന് എനിക്കറിയില്ല. യൂറോപ്യൻസും മറ്റ് രാജ്യക്കാരും ഒക്കെ ആണെങ്കിൽ നമ്മൾ എൻ്റെ പേന താഴെ കൊണ്ടുവന്ന് എടുത്തു തന്നാൽ താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച് 2 പ്രാവശ്യം എങ്കിലും പറയും. അപ്പൊ അവർ നന്ദി പറയാൻ ശീലിച്ചവരാണ്. നമ്മുടെ ആളുകൾ എന്തില്ല, അതിന് പറയുന്നത് അതെല്ലാം കടമയാണെന്നാണ് നമ്മുടെ ആളുകൾ പറയുന്നത്. എൻ്റെ പേന താഴെ വീണാൽ എടുത്തു തരണം നിങ്ങളുടെ കടമയാണ്. അപ്പൊ നിങ്ങളുടെ കടമയെ നിങ്ങൾ ചെയ്തുകൊണ്ട് ഞാൻ നന്ദി പറയേണ്ട ആവശ്യമില്ല. അങ്ങനെയാണ് സങ്കല്പമൊക്കെ നന്ദി പറയണ്ട. പക്ഷെ നന്ദി പറയാൻ പഠിക്കുന്നത് നല്ലതാണ്. ഏതായാലും ദൈവത്തോട് എന്ത് ചെയ്യണം? ദൈവം തരുന്ന മഴയ്ക്കും വെയിലിനും, ദൈവം തരുന്ന എല്ലാ നന്മകൾക്കും, ദൈവം തന്ന രക്ഷയ്ക്കും, ദൈവം ഉറക്കം തന്നതിനും, ദൈവം ഉണർത്തിയതിനും എല്ലാം നന്ദി പറയും. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതാണ്, അവർ ദൈവത്തെ നന്ദി പറഞ്ഞില്ല. ദൈവത്തോട് നന്ദി പറയണം. നന്ദിയുള്ള ഒരു ഹൃദയം എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഹൃദയം. മനുഷ്യതലത്തിൽ നാം ഏറ്റവും അധികം നന്ദി പറയാൻ കടപ്പെട്ടത് ആരാണ്? മനുഷ്യന്റെ തലത്തിൽ. ദൈവത്തിന്റെ തലത്തിലല്ല, മനുഷ്യന്റെ തലത്തിൽ. ഞാൻ വിചാരിക്കുന്നു, ഞാൻ എൻ്റെ അമ്മയ്ക്കാണ് ഏറ്റവും കൂടുതൽ നന്ദി പറയുന്നത്. എന്നെ ഈ 9 മാസം ചുമന്നുകൊണ്ട് നടന്ന് വേദന അനുഭവിച്ച് എന്നെ പ്രസവിച്ച് എന്നെ ഞങ്ങളൊക്കെ 3 വർഷം മുല കുടിച്ച ആളുകളാണ്. ഈ 3 വർഷം മുലയൂട്ടി എൻ്റെ മലവും മൂത്രവും ഒക്കെ കഴുകി വൃത്തിയാക്കി എനിക്കൊരു ദിവസം 4-5 പ്രാവശ്യം എൻ്റെ ഉടുപ്പുമൊക്കെ മാറി എന്നെ ഈ നിലയിലാക്കിയതായിരിക്കുന്ന അമ്മയോടല്ലേ ഞാൻ ഏറ്റവും അധികം നന്ദി പറയുന്നത്. അതിൻ്റെ അപ്പനോടല്ലേ നന്ദി പറയുന്നത്, അല്ലേ? പിന്നെ എന്നെ അക്ഷരാഭ്യാസം എനിക്ക് തന്ന ഗുരുക്കന്മാരോട് നന്ദി പറയണ്ടേ? എന്നോട് സുവിശേഷം പറഞ്ഞ ദൈവദാസനോട് ഞാൻ നന്ദി പറയണ്ടേ? മനുഷ്യരുടെ കാര്യമാണ്.
ഈ മലയാളം ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് തന്നതായിരിക്കുന്ന ബെയിലിയും കൊണ്ടിട്ടും അവരോടൊക്കെ നന്ദി പറയണ്ടേ? ആരോടൊക്കെ നന്ദി പറഞ്ഞാൽ നോക്കും. എന്നാൽ ഏറ്റവും അധികം നന്ദി പറയേണ്ടത് ആരോടാ? കാരണം നാം ആയിരിക്കുന്നത് എന്തുകൊണ്ടാ? ദൈവം ദൈവമായിരിക്കുന്നത് കൊണ്ടാണ്. ഞാനായിരിക്കുന്നത് ദൈവം ദൈവമായിരിക്കും. ബൈബിളിലെ ദൈവം ഒന്ന് മാറി ഹിന്ദു മതത്തിലെ ദൈവമായിരുന്നെങ്കിൽ, ഇസ്ലാമിലെ ദൈവമായിരുന്നെങ്കിൽ ഞാനാകുമായിരുന്നില്ല. ഞാനായിരിക്കുന്നത് ദൈവം ദൈവമായിരിക്കുന്നത് കൊണ്ടാണ്. ദൈവത്തെക്കുറിച്ച് ബൈബിളിൽ പറഞ്ഞിട്ടുള്ളതായിരിക്കുന്ന എല്ലാ സത്യങ്ങളും ദൈവത്തെ സംബന്ധിച്ച് യാഥാർത്ഥ്യമായതുകൊണ്ടാണ് എന്നെ സംബന്ധിച്ച് ഞാനായിരിക്കുന്നത്. ദൈവത്തിന്റെ സാദൃശ്യത്തിലല്ലേ എന്നെ സൃഷ്ടിച്ചത്, നിങ്ങളെ സൃഷ്ടിച്ചത്. ദൈവത്തിന്റെ സ്വരൂപപ്രകാരമല്ലേ. അപ്പം ദൈവത്തിന്റെ സാദൃശ്യത്തിൽ നമ്മളെ സൃഷ്ടിച്ചുകൊണ്ടല്ലേ നാം ആയിരിക്കുന്നത്. ദൈവം പശുവിന്റെ സാദൃശ്യത്തിലാണ് എന്നെ സൃഷ്ടിച്ചിരുന്നെങ്കിൽ, എന്നെ ദൈവത്തിന്റെ സാദൃശ്യത്തിലാണ് നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അങ്ങനെയാണ്. അപ്പൊ നാം ദൈവത്തിന് നന്ദി പറയണം, എപ്പോഴും നന്ദി പറയണം. നന്ദി 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 അതാ നന്ദി, നന്ദി നാടാ നന്ദി. എത്ര നന്ദി പറഞ്ഞാലും ഇല്ല. നന്ദി എന്നുള്ളതിനാ നമ്മൾ ഈ സ്തോത്രം എന്ന് പറയുന്നത്. പക്ഷെ ആ ദൈവത്തിന് സ്തോത്രം പറഞ്ഞു, എപ്പോഴും സ്തോത്രം, ഇടവിടാതെ സ്തോത്രം പറയണം എന്നല്ലേ. ഇടവിടാതെ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ബസ് കയറാനായിട്ട് ബസ് സ്റ്റോപ്പിൽ വന്നു, സ്തോത്രം. ബസ് സ്റ്റോപ്പിൽ എത്തിയല്ല സമയത്ത് സ്തോത്രം. ബസ് വന്നു, സ്തോത്രം കർത്താവേ. ബസ് സമയത്ത് വന്നല്ലോ, കയറി വീഴാതെ താഴാതെ അല്ലേ. ബസ് കയറിയില്ല കർത്താവേ, സ്തോത്രം. ഒരു സീറ്റ് കിട്ടി, ഒരു സീറ്റ് തന്നല്ലേ കർത്താവേ, സ്തോത്രം. അടുത്തിരുന്ന ആളെ പരിചയപ്പെട്ടു, സ്തോത്രം കർത്താവേ. മനുഷ്യൻ പരിചയപ്പെടാൻ ഇടയായിരുന്നു. അദ്ദേഹം ഒരു ട്രാക്ട് കൊടുത്തു, സ്തോത്രം കർത്താവ്. ട്രാക്ട് കൊടുക്കാൻ ഇടയായി, അദ്ദേഹം അത് വാങ്ങിയില്ല കർത്താവേ, സ്തോത്രം. അല്ലേ? പെട്ടെന്ന് ബ്രേക്ക് ചെയ്തു, പലരും മുന്നേ പോയി ഇടിക്കൂ, ഇല്ല കർത്താവ്, ഒന്നും പറ്റിയില്ല, സ്തോത്രം. സൂക്ഷിച്ചല്ലോ. ഇറങ്ങിയപ്പോഴും അതുപോലെ വീഴാതെ ഇറങ്ങാൻ സാധിച്ചല്ലോ, സ്തോത്രം. റോഡ് ക്രോസ് ചെയ്തല്ലോ, സ്തോത്രം. ഇപ്പൊ സ്തോത്രം ചെയ്യണ്ടേ? ഓരോ ദിവസവും എന്തോരം അപകടത്തിൽ ആളുകൾ കൊല്ലപ്പെടും, നമ്മളും വല്ല സ്തോത്രം പറയും. സ്തോത്രം പറയുന്ന സ്വഭാവം നമുക്ക്, താങ്ക് യു പറയുന്ന സ്വഭാവം നമുക്കില്ല. അതുകൊണ്ട് നമ്മൾ താങ്ക് യു പറയുന്നില്ല. നമ്മൾ താങ്ക് യു പറയണം. ദൈവോട് പറയുന്നതാണ്, പൗലോസ് പറയുന്നതാണ്. അവർ ദൈവം എന്ന് അറിഞ്ഞ് ദൈവത്തിൽ സ്തോത്രം പറഞ്ഞില്ല, നന്ദി പറഞ്ഞില്ല. നമ്മൾ നന്ദി പറയണം, ദൈവത്തിന് നന്ദി പറയണം. അതെ. അപ്പോ ദൈവത്തിന് നമ്മൾ നന്ദി പറയുന്ന ആളുകളായിട്ട് നാം ഇരിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ദൈവത്തിനെ മഹത്വപ്പെടുത്തണം, ദൈവത്തിന് നന്ദി പറയണം. അത് മാത്രം പോരാ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇത് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്നാ പറയുന്നത്. അതും ആ വാക്യത്തോടുകൂടി നന്ദി കാണിച്ചാൽ അവരുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നതാണ്. ദൈവമെന്ന് ഓർത്ത് നന്ദി പറയുകയും ദൈവമെന്ന് ഓർത്ത് അവനെ മഹത്വപ്പെടുത്തുകയും ചെയ്തില്ലെങ്കിൽ നമ്മുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീരണം. എൻട്രോപ്പിയിൽ പറയുന്ന പ്രമാണമുണ്ട്, എൻട്രോപ്പി. അത് നമ്മളെ കണ്ടുവാനും കയറി ബാധിക്കും. നമ്മുടെ നിരൂപണങ്ങൾ, നമ്മുടെ ചിന്തകളിൽ നമ്മൾ പിന്നെ ചിന്തിക്കുന്ന, ദൈവത്തെ മഹത്വപ്പെടുത്താത്ത മനുഷ്യന്റെ ഹൃദയത്തിൽ ചിന്തിക്കുന്ന ചിന്തകളൊക്കെ എങ്ങനെയാണെന്ന് വ്യർത്ഥരാണ്, മീനിങ്ലെസ്, യൂസ്ലെസ്. ഓരോ മനുഷ്യൻ എന്തുകൊണ്ടാണ് ഓരോന്ന് ചിന്തിക്കുന്നത്? വെറുതെ ഇരുന്ന് ചിന്തിക്കുന്നത്. ഞാൻ ഒരിക്കലും ഒരു കമ്പനി ജോലി ചെയ്തു. അപ്പൊ എൻ്റെ കൂടെ ജോലി ചെയ്ത ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ജോലി എന്താന്ന് ചോദിച്ചാൽ, ഈ ബണ്ടിൽ സാധനങ്ങൾ വരുമ്പോ ആ സാധനങ്ങൾ ഇങ്ങനെ മുറുക്കുന്നൊരു മെഷീൻ ഉണ്ട്, ഒരു ക്ലിപ്പ് ഇട്ടിട്ട് മുറുക്കുകയാണ്. അപ്പൊ ഇവനിരുന്ന് ചിരിക്കുക. ഞാൻ ചോദിച്ചത് എന്തിനാണ് ചിരിക്കുന്നത്? അപ്പൊ കുറച്ചു നേരം ഭയങ്കര ചിരി, അവൻ അടക്കം വേത്ത് ചിരി. അപ്പൊ അവൻ പറയാ, സൂപ്പർവൈസർ വന്നിരുന്നെങ്കിൽ ഈ സാധനം അയാളുടെ തലയിലിട്ട് ഷൂ എന്ന് പറയും മുറുകിയ തല പൊട്ടിക്കായിരുന്നെന്ന്. ഞാൻ പറഞ്ഞു, എനിക്ക് വേറെ ഒന്നും ചിന്തിക്കാനില്ലാത്ത സമയത്ത് അവന് ആ സാധനം ഇങ്ങനെ മുറുകി, ആ സാധനങ്ങൾ ഇങ്ങനെ മുറുകി ടൈറ്റ് ആകുന്ന കണ്ടപ്പോ അവന് വന്നത് എന്താണെന്നറിയോ? ഈ സൂപ്പർവൈസർ തലയിൽ ഈ സാധനം വിട്ട് ഇതുപോലെ ടൈറ്റ് ആക്കിയിരുന്നു. അപ്പൊ ഞാൻ പറയുന്ന മനുഷ്യനാണ് വ്യർത്ഥരായി തീർന്നു, ഓരോ ചിന്തകളിൽ വ്യർത്ഥരായി തീർന്നു. നമ്മൾ ഓരോ കാര്യങ്ങളും ചിന്തിക്കുന്ന അങ്ങനെയാണ്. കുശുമ്പിന്റെ ചിന്തകളും, നുണയുടെ ചിന്തകളും, അസൂയയുടെ ചിന്തകളും, പകയുടെ ചിന്തകളും, അല്ലേ, നിരാശയുടെ ചിന്തകളും, കോപത്തിന്റെ ചിന്തകളും, എന്തെല്ലാമാണ്. ഒരു ദിവസം എന്തെല്ലാമാണ്. നമ്മൾ കൊലപാതകം ചെയ്യുന്നവരല്ല. ഇന്ന് രാവിലെ വായിച്ചാൽ സഹോദരനോട് കോപിച്ചാൽ എത്ര കൊലപാതകങ്ങൾ ചെയ്ത ഒരു ദിവസം സന്ധ്യയ്ക്ക് സ്തോത്രം പറയുന്ന കർത്താവിനോട്. ആരെയൊക്കെ ചില സമയം നമുക്ക് തോന്നുമില്ലയോ, അരച്ച് തന്നെ കുടിക്കാമെന്ന് ആരുടെ പ്രയോഗമുണ്ട്. അരച്ച് തന്നെ കുടിക്കാമോ? ചിലപ്പോൾ ആളുകളെ ഇപ്പൊ അരച്ച് തന്നിരുന്ന ഒറ്റ മൂന്നിനും കുടിക്കാൻ. കാരണം നമുക്ക് വിഷമമുണ്ടാക്കി, നമുക്ക് വളരെ വിഷമമുണ്ടാക്കി. വേണ്ട, അതൊക്കെ വ്യർത്ഥമായ നിരൂപണങ്ങളാണ്. നമ്മൾ നല്ല ചിന്തകൾ വരണമെങ്കിൽ എന്ത് വേണമെന്നറിയാമോ? ദൈവത്തെ ദൈവം എന്നോർത്ത് മഹത്വപ്പെടുത്തുകയും ദൈവം എന്നോർത്ത് അവൻ നന്ദി പറയുകയും ചെയ്യുമ്പോൾ
നമ്മുടെ ഈ തിങ്കിങ് പ്രോസസ് ഉണ്ടല്ലോ, ചിന്തിക്കാനുള്ളതായിരിക്കുന്ന നമ്മുടെ ആ സംവിധാനങ്ങളുണ്ടല്ലോ, അത് നേരെയാണ്. ചില മെഷീൻസ് ഒക്കെ ശരിയായി വർക്ക് ചെയ്യില്ലെങ്കിൽ നമ്മൾ ഓൺ ചെയ്യും, എന്താണെന്നറിയാം, കണക്ഷൻ എവിടെയോ തെറ്റിക്കിടക്കും. അതുപോലെ നമ്മൾ ചിലപ്പോൾ അങ്ങനെ ഇത് വേണ്ടാത്തൊക്കെ ദൈവത്തെ മഹത്വപ്പെടുത്താതെ സ്തോത്രം പറയുകയൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ ഓരോ ചിന്തിക്കുമ്പോൾ എന്താണെന്നറിയാം, പടപടാന്ന് നമ്മുടെ മനസ്സിൽ പടപടാ ഇങ്ങനെ ഓരോ കാര്യം നേരെ ദൈവത്തെ മഹത്വപ്പെടുത്തി ചിന്തിക്കുമ്പോൾ എന്തറിയാം, വളരെ ക്ലിയറായിട്ട് ചിന്തിക്കാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് ചില ദൈവദാസന്മാര് ഏത് പ്രശ്നങ്ങളും കൊണ്ട് നമ്മൾ അവിടേക്ക് ചെന്നാലും വളരെ ഒരു നിമിഷം കൊണ്ട് അവരിൽ അഡ്വൈസ് തരുന്ന കറക്റ്റ് ആൻഡ് ഗുഡ്. കാരണം എന്താണെന്നറിയാം, അവർ ദൈവത്തെ മഹത്വപ്പെടുത്തിയും ദൈവത്തിന് നന്ദി പറഞ്ഞും ജീവിക്കുന്ന ആളുകളായതുകൊണ്ട് വ്യർത്ഥമായിട്ടല്ല അവർ ചിന്തിക്കുന്നത്, അർത്ഥപൂർണമായിട്ടാണ് അവര് ചിന്തിക്കുന്നത്. നമുക്കും അങ്ങനെ ചിന്തിക്കാനായിട്ട് കഴിയണം. നമ്മുടെ ചിന്തകൾ നേരെയാകണമെങ്കിൽ ദൈവവുമായുള്ള നമ്മുടെ ബന്ധം നേരെയാകണമെന്ന് ദൈവവുമായുള്ള നമ്മുടെ ബന്ധം നേരെയായി കഴിയുമ്പോഴേ നമ്മുടെ ചിന്തകൾ നേരെയാകും, അല്ലെങ്കിൽ നേരെയാവില്ല. ഈ ലോകത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഓരോ ദിവസവും പേപ്പർ വരുന്ന എന്തെല്ലാം കാര്യങ്ങളാണ്. ഇടിച്ചു കൊല്ലുന്നു, ഞെക്കിക്കൊല്ലുന്നു, വെള്ളത്തിൽ എറിഞ്ഞു കൊല്ലുന്നു, എന്തെല്ലാം കാര്യങ്ങൾ. ഈ മനുഷ്യൻ നോക്കി ചിന്തിക്കുന്നത് എന്താ? ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ എന്താ ചിന്തിക്കുന്നത്? അവർ ദൈവത്തെ മഹത്വപ്പെടുത്തും. ദൈവത്തെക്കുറിച്ചുള്ള അവരുടെ ചിന്തകൾ തന്നെ ബേസിക്കലി മോശമായ ചിന്തകളാണ്. അവർ ഫണ്ടമെന്റൽസ് തെറ്റിക്കിടക്കുകയാണ്, ഫൗണ്ടേഷൻ തെറ്റിക്കിടക്കുകയാണ്. അവിടെ ഒരു നല്ല ചിന്ത ചിന്തിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ചിന്തിച്ചും കൊണ്ടൊരു കറി ഉണ്ടാക്കിക്കുക, എന്തോ ഒരു കറിയായിരിക്കും എന്നറിയാമോ? നമ്മൾ ഇതിവിടെ കൂട്ടുന്ന കണ്ടിട്ട് ദൈവം തമ്പുരാനും അവിടെ ഇച്ചിരി കിട്ടിയിരുന്നെങ്കിൽ ജീവിക്കാമെന്ന് വിചാരിക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ അത്ര ടേസ്റ്റി ആയിട്ടാണ്. നമ്മൾ അങ്ങനെ നല്ല ചിന്തകൾ കൊണ്ടല്ല ഓരോരുത്തർക്ക് വന്നിരിക്കുക, കയറി വന്നിരിക്കുക, തിന്നട്ടെ ഇരിച്ച മുളകൂടെ കൊണ്ടിട്ട് അവർക്ക് നേരിക്കല്ലേ, വെള്ളം കുടിക്കാൻ, അല്ലേ? അങ്ങനല്ലേ? അതെ, ചിന്തിച്ചാലും ഉണ്ടാക്കുന്നത് അങ്ങനല്ല. ദൈവം എത്ര നല്ലവനാണ്. കർത്താവേ, ഈ വഴുതനങ്ങ നീ സൃഷ്ടിച്ച അതിന് നിറം കണ്ടില്ല, എന്തോ ഒരു ഭംഗിയാ, ഞാൻ എത്രയായിരുന്നു വേണ്ടി ചെയ്താൽ ഇതുപോലെ ഉണ്ടാകില്ല. നീ സൃഷ്ടിച്ച ഈ വഴുതനങ്ങ ഞാൻ വെണ്ടയ്ക്ക ഇങ്ങനെ കറി അതിനൊരു കറി ഉണ്ടാക്കുമ്പോൾ എന്തോ നല്ല കറിയായിരിക്കണം എന്നൊക്കെ ദൈവത്തെ പറ്റി ചിന്തിച്ചുകൊണ്ട് കറി ഉണ്ടാക്കിയ എന്തോ ഒരു നല്ല കറിയായിരിക്കും. ഇതങ്ങനെയാണോ കറി ഉണ്ടാക്കുന്നത്? കറി ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലെ ചിന്ത ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ആ കറിയും ഈ ഫോട്ടോയും ഏതൊരു അടുത്തടുത്ത് വെച്ചാൽ ഒക്കെ ബന്ധപ്പെട്ടതായിരിക്കും. യാതൊരു സംശയമില്ല, ഒക്കെ ബന്ധപ്പെട്ടതായിരിക്കും. ചിലർക്ക് അപ്പനെ അമ്മയെ നോക്കുന്ന വലിയ ഭാരമല്ലേ? എത്രയോ ആളുകൾ അവർ വാർദ്ധക്യത്തിലാകുന്ന മാതാപിതാക്കന്മാരെ ഇന്ത്യ റെയിൽവേ സ്റ്റേഷൻ കൊണ്ടുവിട്ടു, എയർപോർട്ടിൽ കൊണ്ടുവിടും, ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവിട്ടിട്ടൊക്കെ പോയി ഇപ്പോൾ ഒരമ്മയെ വിട്ടിരുന്നോളാൻ പറയുന്നത് ഒറ്റ പോകാം. ബനാറസിലും കാശിയിലും ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ റെയിൽവേ സ്റ്റേഷനിൽ കുത്തിയിരിപ്പുണ്ടെന്ന് അവർ 10-9 വയസ്സായ വലിയമ്മമാർ മോനിപ്പ് വരും. എന്താ പോലീസ് ഒന്ന് ചോദിക്കുക, എന്തായിരിക്കും? മോനിപ്പ് വരും. വൈദ്യന്മാരെ അവിടെ എന്തേ പിന്നെ പോലീസ് കൊണ്ടുവന്ന് അവിടെ അങ്ങനെയുള്ളവരെ പാർപ്പിക്കുന്ന സ്ഥലങ്ങളുണ്ട്, അവിടെ കൊണ്ടുപോകും. എന്താ ഈ അപ്പച്ചനെ അമ്മച്ചെ നോക്കാൻ എന്താ ഇത്ര ഭാരം വരുന്നത്? അതെന്താ? ഞങ്ങൾ വീട്ടിലൊരു അപ്പച്ചനും അമ്മച്ചി നോക്കി, എൻ്റെ ഭാര്യയെ നോക്കി, ഞാനല്ല നോക്കിയുള്ള കാര്യം നോക്കി. ഒരിക്കലും ഒരു ഭാരമായിട്ട് പറഞ്ഞില്ല, ഭാരം തോന്നിയിട്ടില്ല. എന്നെ എൻ്റെ അമ്മയ്ക്ക് നോക്കാമെങ്കിൽ 3 കൊല്ലം 4 കൊല്ലം എന്നെ നോക്കിയില്ലേ? ദൈവം തമ്പുരാൻ 1 കൊല്ലം 6 മാസമൊക്കെ അപ്പനെ അമ്മയെ നോക്കാൻ അവസരം തരും. നമ്മളെ 4 വർഷം എന്തോ ഒരു ദുശാഠ്യവും എന്തോ ഒരു ദുർവാശിയും ഒക്കെ ഉണ്ടായിരുന്നത് നമ്മുടെ അപ്പനും അമ്മയും ഒക്കെ നമ്മളെ എന്തോ ഒരു ക്ഷമയോടാണ് നോക്കിയത്. എത്ര പ്രാവശ്യം കഴിച്ചു, എത്ര പ്രാവശ്യം വാരി തന്നപ്പോൾ എത്ര പ്രാവശ്യം കയ്യെ കടിച്ചു, എത്ര പ്രാവശ്യം ഉപദ്രവിച്ചു, ഇല്ലേ? അപ്പൊ നമ്മൾ വിചാരിക്കേണ്ടില്ല, ഈ അമ്മയോട് ഞാൻ എന്തോ ഒരു അമ്മ എനിക്ക് വേണ്ടി എന്ത് കഷ്ടം അനുഭവിച്ചതാണ്. ഇപ്പൊ എൻ്റെ അമ്മ വയ്യാത്ത സ്ഥിതിയിൽ ഞാൻ ആ അമ്മയെ എന്ത് ചെയ്യണം? പരമാവധി സന്തോഷിപ്പിക്കണം. അങ്ങനെയല്ല വേണ്ടത്. ആ ചിന്ത ചിന്തിക്കുന്നവർക്ക് എന്ന് പറയാം, അമ്മയോട് നന്ദിയുള്ളവർക്ക് വാർദ്ധക്യത്തിലായ അമ്മയെ നോക്കാൻ പ്രയാസമില്ല. മരുമോൾ എന്തുകൊണ്ടെന്നറിയോ അമ്മയുടെ ചെറുക്കാൻ പറയുന്നത്? മരുമോക്ക് അമ്മയോട് നന്ദിയൊന്നുമില്ല. മരുമോട് അമ്മയോട് വലിയ കാര്യമാണ്, അവന്റെ അമ്മയുടെ കാര്യമല്ല. കാരണം എന്താണെന്നറിയാമോ? അവന്റെ അമ്മയെ അവൻ കാണിക്കണ്ടേ നന്ദി. ദൈവത്തെ സംബന്ധിച്ചും അങ്ങനെ തന്നെയാ. ദൈവത്തോട് നന്ദിയുള്ളവരും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരുമായ ആളുകളുടെ വാക്കുകളും അവരുടെ പ്രവൃത്തികളും സഹോദരന്മാരോട് ഇടപെടുന്നതും ഒക്കെ വളരെ ഹൃദ്യമായി. ഈ സഹോദരന് വേണ്ടിയല്ലേ കർത്താവ് കാലുകളിലെ ക്രൂശിൽ മരിച്ചത്? എനിക്ക് വേണ്ടി മരിച്ചതുപോലെ തന്നെയല്ലേ അവനെ വേണ്ടി മരിച്ചത്? അങ്ങനെ കർത്താവ് ജീവൻ കൊടുത്ത് രക്ഷിച്ച ഈ സഹോദരനെ ഞാൻ സ്നേഹിക്കാതിരിക്കാൻ ഒക്കുവോ? കരുതാതിരിക്കാൻ ഒക്കുവോ? അങ്ങനെ വിചാരിച്ച ആ സഹോദരനെ സ്നേഹിക്കാൻ പ്രയാസം വരുമോ? അതിന് ഇറങ്ങിയിരിക്കുക ഓരോരുത്തർക്ക്, ഇരിക്കുക ഓരോരുത്തർ.
നമുക്ക് സ്നേഹിക്കാൻ പ്രയാസമായി. അപ്പോൾ ജീർണത വരുന്നത് എന്താണ്? നാം എന്തുകൊണ്ടാണ് നമ്മുടെ ചിന്താഗതിയിൽ നാം നിരൂപണങ്ങളിൽ വ്യർത്ഥരായിത്തീരുന്നത്? മീനിങ്ലെസ്, പർപ്പസ്ലെസ്, യൂസ്ലെസ് ആയിട്ട് നമ്മുടെ തോട്ട് ലൈഫിൽ, നമ്മുടെ നിരൂപണങ്ങളിൽ നാം ചിന്തിക്കുന്നതെല്ലാം തെറ്റിപ്പോകും. നല്ല ചിന്തിക്കാനേ കഴിയില്ല. കാരണം നല്ലവനായ ദൈവത്തെ ആരാധിക്കാനും ദൈവത്തോട് നന്ദി പറയാനും കഴിയാതെ മനുഷ്യനെ എങ്ങനെയാണ് ശരിയായിട്ട് ചിന്തിക്കാനായിട്ട് കഴിയുന്നത്? ഒരിക്കലും കഴിയില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, പൗലോസ് പറഞ്ഞു, എന്താണ്? അവർ ദൈവത്തെ അറിഞ്ഞു. നമുക്കറിയാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്, അറിയാൻ ആവശ്യമായതെല്ലാം നമ്മോട് പറഞ്ഞ ഒരു ദൈവമുണ്ട്. നാം ആ ദൈവത്തെ അറിഞ്ഞ ആളുകളാണ്. ഇനി നാം എന്ത് ചെയ്യണം? ദൈവത്തെ മഹത്വപ്പെടുത്തണം. എങ്ങനെ മഹത്വപ്പെടുത്തണം? അവൻ ദൈവമാണ് എന്ന് പറഞ്ഞാൽ ദൈവത്തെക്കുറിച്ച് എന്തെല്ലാം ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ ആ ദൈവമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം ദൈവത്തെ സ്തുതിക്കാനും ആരാധിക്കാൻ. ആ ദൈവം നമുക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടോ ആ കാര്യങ്ങളെല്ലാം നമുക്ക് വേണ്ടി ചെയ്യുന്ന ഒരു ദൈവത്തോട് വേണം നമ്മൾ നന്ദി പറയാൻ. അങ്ങനെ ചെയ്താൽ നമ്മുടെ ചിന്തകളിൽ നമ്മൾ ആരാകും? നല്ലവരാകും, വ്യർത്ഥരാകില്ല. അവർ വ്യർത്ഥമായ ചിന്ത വരികയില്ല. നമ്മുടെ മനസ്സിലേക്ക് കയറി വരുന്ന ചിന്തകളൊക്കെ നോബൽ പ്രൈസ് കിട്ടേണ്ട ചിന്തകൾ തന്നെയായിരിക്കും വരുന്നത്. അത്ര എന്ന് പറഞ്ഞാൽ ബൈബിൾ സംബന്ധമായ കാര്യമാണ് പറയുന്നില്ല, ശാസ്ത്രമായ കാര്യമല്ല. നോബൽ പ്രൈസ് എന്നുള്ളത് നമുക്കൊരു എല്ലിന്റെ ഒരു സ്പെല്ലിംഗ് ഇച്ചിരി ചോട്ട് മാറ്റിയിട്ടാൽ നോബൽ പ്രൈസ് ആകും. നമുക്ക് കിട്ടുന്ന പ്രൈസ് ഒക്കെ അതാണ്. ദൈവം നമുക്ക് തരുന്ന നോബിളായിട്ടുള്ള പ്രൈസസ്, നല്ല ചിന്തകൾ ചിന്തിക്കാനായിട്ട് നമുക്ക് കഴിയും. അതുകൊണ്ട് ദൈവം അങ്ങനെ നമ്മളെ സഹായിക്കട്ടെ. ഇപ്പൊ എന്താ നമ്മളിന്ന് പഠിച്ചത്? പ്രിവിലേജസ്, പദവികൾക്ക് ഉത്തരവാദിത്വങ്ങളുണ്ട്. ഉത്തരവാദിത്വങ്ങൾ നിർവഹിച്ചെങ്കിൽ മാത്രമേ നാം നല്ലവരായിത്തീരൂ. അതാണ്, നാം നല്ലവരായിത്തീരൂ, നന്നായിട്ട് ചിന്തിക്കാൻ കഴിയൂ, നന്നായി പ്രവർത്തിക്കാൻ കഴിയും. അതുകൊണ്ട് ഇതെപ്പോഴും ഓർക്കണം. നമ്മൾ ഒരുപാട് പദവികളും അനുഗ്രഹങ്ങളും അനുഭവിച്ചവരാണ്. നമുക്ക് ഒരുപാട് കടമകളുണ്ട്, ദൈവസംബന്ധമായ ഒരുപാട് കടമകളുണ്ട്. ആ കടമകൾ നിർവഹിക്കുമ്പോൾ മാത്രമേ നാം നല്ലവരായിട്ട് തീരൂ. നല്ലത് ചിന്തിക്കുകയും നല്ലത് സംസാരിക്കുകയും നല്ലത് പ്രവർത്തിക്കുകയും ചെയ്യണമെങ്കിൽ ദൈവത്തോടുള്ള നമ്മുടെ ബന്ധത്തിൽ നാം ശരിയാകണം. അത് ശരിയാകണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവത്തെക്കുറിച്ച് ശരിയായി നാം അറിയണം. സത്യസന്ധമായി ദൈവത്തെ അറിയണം. ബൈബിൾ പറയുന്നത് പോലെ ബൈബിളിലെ ദൈവത്തെ നാം അറിയണം. അതിന് ബൈബിൾ പഠിക്കുകയും ധ്യാനിക്കുകയും മനഃപ്പാഠമാക്കുകയും പിന്നെ ബൈബിളിലെ സത്യങ്ങൾ നാം അനുസരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആ ദൈവത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വലിയവനായ ദൈവം ആ നിലയിൽ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സഭയിലെ വിശ്വാസികൾക്ക് ഒരുപാട് സത്യങ്ങൾ കേൾക്കാനുള്ള പദവി ലഭിച്ചവരാണ്. അതുകൊണ്ട് നമുക്ക് ഒത്തിരി ഉത്തരവാദിത്വങ്ങളും അത് സംബന്ധിച്ചുണ്ട്. ഇതെല്ലാം അനുഭവിക്കാനും നമ്മൾ നല്ലവരായി തീരുവാനും ദൈവം നിങ്ങളെ എന്നെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.